കൈവിട്ടുപോയ ചിലത ഇന്ന് കൈപ്പിടിയിലേക്ക് ദൈവം തിരിച്ചു തരും. ഇതൊരു പേർക്കത് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. കൈവിട്ടുപോയ ചിലത് കൈപ്പിടിയിലേക്ക് ദൈവം തിരിച്ചു തരും. കൈവിട്ടുപോയ ചിലത് കൈപ്പിടിയിലേക്ക് ദൈവം മടക്കി കൊണ്ടുവരും. ഹല്ലേലൂയ. വചനം പറയുന്നു ഈ ഭാഗത്ത് ആമേൻ അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറം, എൻ്റെ തൊട്ടുമുകളിലേക്ക് വായിച്ചാലറിയാം, മന്ദമാരുതൻ അല്ലെങ്കിൽ തെക്കൻ കാറ്റ് മന്ദമായി വീശുമ്പോൾ അവർ ചിന്തിച്ചു കാര്യം നടക്കും. എന്നാൽ അത് കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോയപ്പോൾ വേറൊരു കാര്യം പിടികെട്ടിയേ, അവർ പ്രതീക്ഷിക്കാത്തൊരു കാറ്റ് വീശിയടിച്ചു. അത് ഈശാനമൂലനായിരുന്നു. ആമേൻ. റോമിലേക്ക് പോകാൻ കപ്പൽ കയറി യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന 275 പേരുടെ കപ്പലാണ് ഇതിനകത്ത് കിടക്കുന്നത്. ആ യാത്രയാണ് ഈ അധ്യായത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. 275 പേരിൽ ആമേൻ നല്ല വിശ്വാസമുള്ള ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അത് പൗലോസായിരുന്നു. ഹല്ലേലൂയ. ബാക്കിയുള്ളവരെല്ലാം യേശുവിനെ അറിയുന്നവരാണ്, യേശുവിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അത് മാത്രവുമല്ല ആമേൻ അവർക്ക് ഒരുപക്ഷെ എൻ്റെ ഭാഷയിൽ ഞാൻ പറയും ആമേൻ ശബത്തിൽ പള്ളി പോകുന്ന ആൾക്കാർ കാണുമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വിശ്വാസികളാണ്, അതിലപ്പുറമുള്ള വിശ്വാസമൊന്നും ആർക്കില്ല, ഇവർക്കില്ല. ഇങ്ങനെയുള്ള വിശ്വാസം ജീവിക്കുന്ന ഒത്തിരി പേര് 275 പേരുടെ കൂട്ടത്തിലുണ്ട്. ചിലർക്ക് ഒരു വിശ്വാസവുമില്ല. ആമേൻ ഇങ്ങനെ ഈ കപ്പൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് ആമേൻ ഒത്തിരി പ്രതികൂലങ്ങൾ ഈ കപ്പലിന് വിരോധമായി വീശുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, ഇതിനകത്ത് കർത്താവുമായി ബന്ധമുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് പൗലോസ് എന്നാണ്. ആമേൻ. ബാക്കിയുള്ളവർക്ക് ഒത്തിരി ബന്ധങ്ങൾ കാണും, പക്ഷെ അതെല്ലാം ലോകത്തിൻ്റെ ബന്ധങ്ങളാണ്. എന്നാൽ ദൈവവുമായിട്ട് ബന്ധമുള്ളൊരു വ്യക്തി അതിനകത്തുണ്ട്. ആ വ്യക്തി ആരാ? പൗലോസാണ്. പൗലോസ് ദൈവവുമായിട്ട് ബന്ധമുള്ളത് കാരണമാണ് ആമേൻ ഈ പടകിനകത്ത് പല പ്രതികൂലങ്ങളും ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി ഞാൻ കയറി പറയാൻ, കർത്താവുമായിട്ടൊരു അഭേദ്യ ബന്ധം നിനക്കുണ്ടെങ്കിൽ ഈ ബന്ധത്തെ ഇല്ലായ്മ ചെയ്യാൻ പലപ്പോഴും പല ശക്തികളും നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. ആമേൻ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ആമേൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ഈ ലോകത്തിൻ്റെ ശക്തിയുടെ മുമ്പിൽ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. പിടിച്ചു നിന്നാൽ ആ ബന്ധത്തെ ഉലയ്ക്കാൻ വരുന്ന സകല ശക്തികളെയോ നിന്റെ കാൽച്ചുവട്ടിലേക്ക് ദൈവമാക്കി തരുക. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയുന്നു, അങ്ങനെ ഉലയ്ക്കാൻ ശ്രമിക്കുന്ന ചില ബന്ധങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ ചുവട്ടിൽ ദൈവം കൊണ്ടുവരും. ശമന ഹദര ജലഘടക ലഗസിയാംധന റീബൽ പ്രൗഢിബിരിഘടക രക്ഷസ് പ്രൗഢമനഘടക രഗൽഖമനഘടകസി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. കർത്താവിൻ്റെ വചനം വ്യക്തമായി സംസാരിക്കുന്നു. അവൻ ദൈവവുമായിട്ട് ബന്ധമുള്ളത് കാരണം പൗലോസിൻ്റെ വിരോധമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉടലെടുക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ തന്നെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ്. അതിനകത്ത് ദൈവവുമായിട്ട് ബന്ധമുള്ളവരുടെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ചില പ്രവൃത്തികൾ വെളിപ്പെടുകയാണ്. ഞാൻ പറയട്ടെ, 27-ാം അധ്യായത്തിനകത്ത് ഒരു യാത്രയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കപ്പിത്താൻ പരിശ്രമിക്കുന്നു. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കപ്പലുടമ പരിശ്രമിക്കുന്നു. ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അതിനകത്ത് അറിവും കഴിവുമുള്ളവരുണ്ട്. എത്ര പരിശ്രമിച്ചിട്ട് അവർ പറഞ്ഞ വാക്ക് കൈവിട്ടുപോയി. ഹല്ലേലൂയ. അവർ പറഞ്ഞ അവസാനത്തെ വാക്ക് ഞങ്ങളുടെ കൈ വിട്ടുപോയി. ഇന്ന് പകൽ ആത്മാവി ദൂത ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോടും പറയുക, കൈവിട്ടുപോയി എന്ന് പറയുന്ന ചില വിഷയങ്ങൾ ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ നിങ്ങളുടെ കയ്യിലേക്ക് മടക്കി തരുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് സ്വർഗം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാ. കൈവിട്ടുപോയ ചിലത് കർത്താവ് ഈ സീസണിൽ മടക്കി തരും. Shabara hadara jalagadega legacy yamthana rival proudibirigadega rachas kamanagedegase in the name of Jesus. Hallelujah. Come on. വചനം പറയുന്നു ഞങ്ങളുടെ കൈ വിട്ടുപോയി. കണ്ടോ, കപ്പലുടമയ്ക്ക് കൈവിട്ടുപോയി എന്ന് പറയുന്നു. കപ്പിത്താൻ പറയുക കൈവിട്ടുപോയി. 275 പേരും പറയുന്നു കൈവിട്ടുപോയി. 3 ദിവസം ഈ കടലിനകത്ത് അവൻ സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ അവൻ മൂടൽ മഞ്ഞെന്ന പോലെ അതിനകത്ത് എവിടെയോ പ്രകാശം കാണാതെ ഒതുങ്ങി നിൽക്കുമ്പോൾ വചനം പറയുന്നു കൈവിട്ടുപോയ അനുഭവങ്ങൾ. അവരുടെ പടകിനെ അല്ലെങ്കിൽ കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയാതെ എവിടോ ചെന്ന് ഇടിച്ചു നിൽക്കുന്ന അനുഭവങ്ങൾ.
അനുഭവങ്ങൾ. ബൈബിൾ പറയുന്നു ഈ സന്ദർഭത്തിൽ എല്ലാവരുടെയും പ്രതീക്ഷ പോയപ്പോൾ പ്രാർത്ഥിക്കുന്നവനൊരു പ്രതീക്ഷ ദൈവം കൊടുക്കുകയാ. ആത്മാവ് ശക്തമായി ഇന്ന് പകലിൽ ഇതിനകത്ത് പറയുന്നു, കുടുംബക്കാരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നവന് ദൈവം ചില പ്രതീക്ഷകളെ കൈമാറും. ആ പ്രതീക്ഷ അസ്ഥാനത്ത് പോകുകയല്ല, ആ പ്രതീക്ഷ അസ്ഥാനത്ത് വരികയല്ല. ആ പ്രതീക്ഷ ബൈബിൾ പറയുന്നു ചിലതിനെ രക്ഷിപ്പാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയാക്കി സ്വർഗം മാറ്റട്ടെ. റീബൽ പ്രൗഢിബിരി ഘടക രക്ഷസ് ഗമന ഘടകസെ അത്യുന രഗജ ഘടക രഗൽ ഗമന ഘടകസെ യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുക, പൗലോസ് 276 പേരുടെ നടുവിൽ നിന്നുണ്ട്, 275 പേരുടെ നടുവിൽ നിന്നുണ്ട് പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ സകലതും എടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു കാണും. ആമേൻ. ഈ കപ്പലിനെ പിടിച്ചു നിർത്താൻ പലതും ആമേൻ നഷ്ടപ്പെടുത്തി കാണും. കപ്പലോ കൈവിട്ടു പോയി. ആമേൻ. പ്രതീക്ഷിക്കുന്നിടത്ത് നിൽക്കുന്നുമില്ല. പക്ഷേ അതിനകത്ത് ബൈബിൾ പറയുന്നു എല്ലാം കൈവിട്ടു പോകുമ്പോൾ, ആമേൻ, അത് നോക്കണം, എല്ലാവരുടെ കയ്യിൽ നിന്ന് പലതും കൈവിട്ടു പോകുമ്പോൾ വചനം പറയുന്നു ഒരുവൻ അതിനെ കയ്യിലേക്ക് തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വീട്ടുകാർ പറയും, നാട്ടുകാർ പറയും, മക്കളെല്ലാം കൈവിട്ടു പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം തകർന്നു, എല്ലാം തീർന്നു. പക്ഷേ അഭിഷേകമുള്ള ഒരുവൻ തിരിച്ചു പറയാൻ പോവുക, അവർ കൈവിട്ടുപോയെടുത്ത ഞാൻ ചിലതിനെ തിരിച്ചു പിടിക്കാൻ പോവുക. അവർ കൈവിട്ടുപോയി എന്ന് പറഞ്ഞ മേഖലയിൽ ചിലതിനെ തിരിച്ചു പിടിക്കാൻ പോവുക. ഇന്ന് പകലിൽ ആത്മാവ് ശക്തമായി പറയുന്നു, ചിലതൊക്കെ കൈവിട്ടു എന്ന് പറയുമ്പോൾ അഭിഷേകമുള്ളവൻ ഓ ചിലതിനെ തിരിച്ചു പിടിക്കാം. ഗ്ലോറി. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയയോടെ പറഞ്ഞേ ആമേൻ. ബൈബിൾ പറയുന്ന എല്ലാം കൈവിട്ടുപോയ ഒരു സന്ദർഭം അല്ലേ? ആ ഭാഗത്ത് അങ്ങനെ നമ്മൾ വായിച്ചത്. ആമേൻ. കപ്പല് കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിഞ്ഞില്ല. ആമേൻ. ഞാൻ നിങ്ങളോട് പറയാം, പല കാറ്റുകളും നമ്മുടെ വിശ്വാസ പടകിന് നേരെ ആഞ്ഞു വീശും. പല കാറ്റുകളും, ഒരു കാറ്റല്ല, ബൈബിളിൽ പഠിക്കുന്നത് പല കാറ്റുകളുണ്ട്. തെക്കൻ കാറ്റുണ്ട്, കിഴക്കൻ കാറ്റുണ്ട്, ഈശാനമൂലനുണ്ട്, കൊടിയ കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, ആമേൻ, ചുഴലിക്കാറ്റുണ്ട്. ഒത്തിരി കാറ്റുകൾ ബൈബിൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആമേൻ, കാറ്റിന് നേരെ നിൽക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരികയാണ്. ഞാൻ ആ ഭാഗം ചിന്തിക്കുമ്പോൾ, ഒന്ന്, കപ്പലിന് നിൽക്കാൻ പറ്റിയിട്ടില്ല. 2, കപ്പിത്താന് നിൽക്കാൻ പറ്റിയിട്ടില്ല. 3, 275 പേർക്കും നിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച കാര്യം, ഒരു വലിയ കൂട്ടത്തിന് കാറ്റിൻ്റെ നേരെ നിൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരുവൻ കാറ്റിൻ്റെ നേരെ നിൽക്കുക. ഇന്ന് ആത്മാവ് ചിലതിനോട് പറയുന്നു, അവൻ നിന്റെ കഴിവല്ല, പഠിപ്പിൻ്റെ ബലമല്ല, അഭിഷേകമുള്ളവൻ ചില കാറ്റിൻ്റെ നേരെ 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 അഭിഷേകമുള്ളവൻ കാറ്റിന്റെ നേരെ നിൽക്കും. ഇന്ന് പകലിൽ വിരോധമായി വീശുന്ന ചില കാറ്റുകൾ, ഹല്ലേലൂയ, അതിന് നേരെ എല്ലാവർക്കും നിൽക്കാൻ പറ്റത്തില്ല. അതിന് നേരെ നിൽക്കുന്നവൻ കൃപയുള്ളവനാണ്. ഒരു ഹല്ലേലൂയ പറ. എല്ലാവർക്കും ആ കാറ്റിന് നേരെ നിൽക്കാൻ പറ്റത്തില്ല. ആ കാറ്റിന് നേരെ നിൽക്കാൻ പറ്റുന്നത് അഭിഷേകമുള്ളവന് നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആ കാറ്റ് വ്യത്യസ്തമാണ്. അഭിഷേകത്തിൻ്റെ കാറ്റ് നിന്റെ മേൽ വന്നാൽ, അഭിഷേകത്തിൻ്റെ അഗ്നി നിന്നിൽ കത്തിയാൽ, എതിരായി കിടക്കുന്ന ഈശാനമൂലന് നിന്നെ തൊടാൻ പറ്റത്തില്ല. നാട്ടുകാർ പറയും കൈവിട്ടുപോയെന്ന്. എന്ന ആത്മാവിൽ ഞാൻ പറയാം, കൈവിടുകയല്ല. അഭിഷേകമുള്ളവൻ ഈ കാറ്റിൻ്റെ നേർക്ക് വിശ്വസിക്കുന്നവർ ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചോ. ആത്മാവിന്റെ സാന്നിധ്യം ഒരു തീ പോലെ യേശുവിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ചലിക്കട്ടെ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം പറയുക, കാറ്റ് നന്നായി വീശും, പക്ഷേ പലർക്കും നിൽക്കാൻ പറ്റാതെ കുടുങ്ങി അല്ലേ? പലരും എന്ത് ചെയ്യും? നിൽക്കാൻ പറ്റാതെ കുടുങ്ങി. പലരും നിൽക്കാൻ പറ്റാതെ കുടുങ്ങിയപ്പോൾ അതിനകത്ത് ഒരാൾ പറയുക, നിങ്ങൾ പേടിക്കുന്നതിനാ?
ഒരു ഹല്ലേലൂയ പറ. നിങ്ങൾ ഭയക്കുന്നതിനാ? നിങ്ങൾ അല്ലാണ്ട് കിടന്നിങ്ങനെ ക്ഷീണിക്കുന്നതിനാ? കയ്യിലുള്ളതെല്ലാം വരെ നിങ്ങൾ തന്നെ ഇട്ടുകൊടുത്തില്ലേ? അന്നേരം അഭിഷേകമുള്ള പറയുക, ഞാനിതിൻ്റെ നേർക്ക് നിൽക്കാൻ പോവുക. ഗ്ലോറി. അടിക്കുന്ന കാറ്റിനെ കണ്ടിട്ട് ജനം പറഞ്ഞു ഞങ്ങളെല്ലാം മരിക്കും. പക്ഷെ ഒരാളിൻ്റെ നേർക്ക് നിന്നേച്ച് പറയാം മരിക്കത്തില്ലടാ. ഉണ്ടോ ഇന്ന് പകലിൽ? ചില കാറ്റ് വീശുന്നത് നിന്നെ മുക്കാനാ. എന്നാൽ ആത്മാവിൽ അഭിഷേകമുള്ളവൻ പറയണ, നീ കാറ്റിന്റെ നേർക്ക് നിന്നാൽ മുക്കത്തില്ല, നിന്നെ മുങ്ങത്തുമില്ല. ആത്മാവ് ശക്തമായി ഇന്ന് പകലിൽ സംസാരിക്കുന്നു. മുക്കിക്കളയാൻ വെല്ലുവിളിക്കുന്ന ചില സ്പിരിറ്റുകൾ ഇന്ന് പകൽ നിന്റെ കാഴ്ചവട്ടിലേക്ക് ധീരെ 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 വൈഡാമ റീവലകടകെ അസ്താര ധീര രഗന വൈഡാമ ശംദൽ കമനെ റിവദാന വൈഡവരഗജെ അസ്താന ധീര രഗന അന്ധേര ധീരവരഗജെ വൈഡാമ ശംദൽ കമനെ റിവദാന വൈഡവരഗജെ അൽകാന റീമനഗടകെ അടഗാന ശംദൽ കമനെ റീമാന ശൈഡവരഗജെ. ഹല്ലേലൂയ. ആമേൻ. നിന്നെ മുക്കിക്കളയുമെന്ന് പലരും വിചാരിച്ച് നിന്നെ കുടുക്കും അല്ലേ? എനിക്ക് ആ പദം വളരെ ഇഷ്ടപ്പെട്ടു. അവർ കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞു. ആമേൻ. ചിലയിടത്തൊക്കെ ചെന്ന് ഈ കുടുങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ പിന്നെ തിരിച്ച് കയറി വരാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കുടുങ്ങലിൻ്റെ അകത്ത് ചിലരൊക്കെ അകപ്പെട്ട് പോകുമ്പോൾ 275 കുടുങ്ങി എന്ന് പറഞ്ഞാൽ, ചിലർ ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ ആമേൻ, ഭാര്യയെ വിളിച്ചിട്ട് പറയും ഇനി ഞാൻ വീട്ടിൽ വരും തോന്നുന്നില്ല. പിള്ളേരൊക്കെ വിളിച്ചിട്ട് പറയും ഇനി എനിക്ക് വരാൻ പറ്റും തോന്നുന്നില്ല. കാരണം നമ്മളിവിടെ കുടുങ്ങിയിരിക്കുക. ആമേൻ. 3 ദിവസമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റാതെ വണ്ണം അവർ കിടക്കുക. ബൈബിൾ പറയുന്നത് ഏറിയ നാളായി സൂര്യനെ കണ്ടിട്ടാ. ഞാൻ പറയാം, പ്രതീക്ഷ എല്ലാം അസ്തമിച്ച, ഭക്ഷണം പോലും ഇല്ലാതെ ഇവരെല്ലാം തകർന്ന് ആമേൻ ഇതിനകത്ത് കിടക്കുമ്പോഴാ വചനം പറയുന്നേ, ആമേൻ, ഒരുവൻ എഴുന്നേറ്റിട്ട് പറയുക ഞാൻ ഇതിൻ്റെ എതിരെ നിൽക്കാൻ പോവുക. അടിക്കുന്ന കാറ്റിനെ ആമേൻ അത് നോക്കണമേ, എല്ലാവരും അതിൻ്റെ ഒപ്പം കീഴോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അഭിഷേകമുള്ള ഒരുത്തം പറയുന്നു ഈ കാറ്റിന് വിരോധമായി ഞാൻ എഴുന്നേക്കാൻ പോവുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാനും പറയാം, എല്ലാം ഒരുപോലല്ല. ചിലർക്ക് കൈവിട്ടുപോയെന്ന് പറയുന്ന ചില സബ്ജക്റ്റുകൾ അഭിഷേകമുള്ളവർ എതിരെ നിന്ന് അതിന്റെ ഗതിയെ തിരിക്കാൻ ഇന്ന് പകലിൽ ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ്. ഓ യെസ്, റകബ ഷെകേരിയ, റിസീവ് ദ ഫയർ. ശരബദ രകമന ഷെകേരി റിബ ലകമന അന്തർ കമനഗഡഗസി അടക ശമനഗഡഗസി. അഭിഷേകമുള്ളവൻ ചിലതിനെ എതിരെ നിന്ന് തിരിക്കാൻ പോവുകയാണ്. ഓടി യംതന റീബ ശംദന റിഗൽകമന വൈശസ് പ്രൗഢിബിരിഗഡഗസി ഹത്ന റിഗൽകമനഗഡഗ ഷൈഡ പ്രൗഢിബിരിഗഡഗസി. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഒരു വമ്പൻ കപ്പലിനകത്ത് ഒരു അഭിഷേകമുള്ള ഒരു മനുഷ്യൻ കിടക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവൻ കിടക്കുന്നുണ്ട് ഇത്രയും വലിയ ഈശാനമുല്ലൊക്കെ വീശുന്നേ, ഇത്രയും വലിയ കൊടുങ്കാറ്റൊക്കെ വീശുന്ന എന്തിനാ? ഈ പുള്ളിക്കാരൻ ഇരിക്കുന്നുണ്ട് തന്നെയാ. അങ്ങനെയാണെങ്കിൽ പോരാട്ടം ആരോട്? സത്യം പറഞ്ഞ കപ്പലിനോടല്ല. പോരാട്ടം ആരോട്? 275 പേരോടുമല്ല, 276 നിൽക്കുന്ന പൗലോസിനോടാ. ഇന്ന് പകൽക്കാലം കൃപയുള്ള ദൈവമക്കളോട് ഞാൻ പറയാ, നീ പോകുന്ന യാത്ര നിയോഗത്തിൻ്റെ യാത്രയാണെങ്കിൽ വഴിയിൽ കാറ്റുണ്ട്, വഴിയിൽ പ്രോബ്ലം ഉണ്ട്, ഇല്ലാത്തൊരു വഴിയില്ല. നിയോഗത്തിന് വേണ്ടി നീ സഞ്ചരിക്കുവാണെങ്കിൽ കാറ്റ് വഴിയിലുണ്ട്. വീശുമെന്നറിഞ്ഞിട്ട് നീ മുന്നോട്ട് കാല് വയ്ക്ക, നിന്നെ തൊടുകയില്ല. ഈശാന മൂലനെ നീ ഗതി തിരിക്കുന്നവനാകും. തൊടുക 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 ദൈവശക്തി. ഇന്ന് പകൽ ചില ശരീരങ്ങളിൽ ചലിക്കട്ടെ, ചലിക്കട്ടെ. പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. Ribala hasi yatenia riga shamanega degasi atuna rajas kamanega dega esubinda mahato. Oh ribala bala ba shandana rigal kamanega degasi. Kedara ദേശത്ത് യേശു പോയി. ആമേൻ. എന്തിനു പോയി? കാനാവിലെ കല്യാണ വീട്ടിൽ പോയതുപോലെ കല്യാണത്തിന് കൂടാനല്ല പോയത്. യേശുവിനറിയാം ഞാൻ പോകുന്നത് അവിടെ ഒരു മനുഷ്യൻ ഭ്രാന്തനായിട്ട് കിടക്കുന്നുണ്ട്. ചങ്ങലക്കിട്ടിട്ട് വലിച്ചു പൊട്ടിച്ച് കല്ലറയിൽ കിടക്കുന്ന മനുഷ്യർ. വീട്ടിനകത്ത് കിടക്കാനാ ചങ്ങലക്കിട്ട്. പക്ഷെ പുള്ളി പറയും എനിക്ക് വീട് വേണ്ട, കാട് മതി. തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ച് നിലവിളിച്ച മനുഷ്യൻ. ഇന്ന് പകൽ യേശുവിനറിയാം ഞാൻ പോകുന്നത് അവൻ്റെ അടുത്തേക്ക്. സുബോധം കൊണ്ടവൻ
ചെയ്യത്തില്ല. അവന് സുബോധമില്ലാത്തോണ്ടാ അവരിതൊക്കെ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ഇന്നൊരു പകൽക്കാലം ഇതിനകം താരൊടുക്കെ സംസാരിക്കുകയാണ്. 6000 ഭൂതങ്ങൾ കിടക്കുന്നിടത്തേക്ക് അറിഞ്ഞിട്ട് തന്നെയാ യേശു രാത്രി കടലിലൂടെ അക്കരയ്ക്ക് പോകുന്നത്. ആ രാത്രിയിൽ ഉണ്ടായ കൊടുങ്കാറ്റ് മുക്കിക്കളയാൻ തക്കൊണ്ട് വെല്ലുവിളിച്ചെങ്കിൽ ഞാൻ പറയും ഇതൊരു സാധാരണ യാത്രയല്ല, ഇത് നിയോഗത്തിന്റെ യാത്രയാ. ഇന്ന് പകൽ അഭിഷേകമുള്ള നിന്റെ യാത്രയുടെ നടുവിൽ വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോ. ചില കാറ്റുകളെ നിന്റെ കരം കൊണ്ട് തിരിപ്പാൽ സ്വർഗം നിനക്ക് ശക്തിയെ ചൂടവരാതര വൈഡം ചാല ധേരെ ധേരെ റീവശമനം ചാലം ധേര റീവലകടകെ അടകക്ഷമനം വൈഡ പ്രൗഢ റീവലകടകെ അത്യുരബലബല റീബാലാവ ശൈഡവരകജെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പറയുക, ചില കാറ്റൊക്കെ വീശും. നിയോഗമുള്ളവൻ്റെ സഞ്ചാരത്തിൻ്റെ ഇടയിൽ കാറ്റുണ്ട്. അവൻ ദൈവനിയോഗമായിട്ട് നീ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ വഴി കാറ്റുണ്ട്, ഇല്ലാതിരിക്കത്തില്ല. ഈ കാറ്റൊന്നും കണ്ട് നീ പേടിക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ കയറി പറയാം, നിയോഗമുള്ളവന് സഞ്ചരിക്കാൻ കപ്പൽ വേണമെന്നില്ല. നിയോഗമുള്ളവൻ എവിടേക്കാണോ എത്തേണ്ടത് അവിടെ എത്തിക്കാൻ ദൈവത്തിനറിയാം. യോനയ്ക്ക് നിനവയ്ക്ക് പോകാൻ യോനയ്ക്ക് കപ്പൽ വേണ്ട, കർത്താവ് അവരെ തിമിംഗലത്തിലൂടെ എത്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം നിയോഗത്തിന്റെ യാത്രയ്ക്കുള്ളതിന് സ്വർഗം കരുതിയിട്ടുണ്ട്. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, അത് ദൈവം നിന്നെ കൊണ്ടെത്തിക്കോ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചില നിയോഗങ്ങളുമായിട്ട് നീ യാത്ര ചെയ്യുന്നെങ്കിൽ വഴിമധ്യേ കൊടുങ്കാറ്റും ഈശാനമൂലനും പല പരിപാടിയൊക്കെ വഴിമധ്യേ ഉണ്ടാകും. പക്ഷെ പേടിക്കൊന്നും ചെയ്യരുത്. കാരണം അതിനൊന്നും തകർക്കാൻ പറ്റാത്തൊരു അഭിഷേകമാണ് ദൈവം നിന്റെ മേലിട്ടിരിക്കുന്നത്. അതിനൊന്നും അടിച്ചു കൊലയ്ക്കാൻ കഴിയാത്തൊരു ശക്തി ദൈവം നിന്റെ മേലിട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, അത് നിന്നെ കിടക്കുന്നുണ്ടാ ഈ കാറ്റ് വീശുന്നേ. അത് നിന്നിൽ പകർന്നിരിക്കുന്നുണ്ടാ ഈ കാറ്റ് വീശുന്നേ. മറക്കല്ലേ. 275 പേരും നോർമലാ, പക്ഷെ ഒരാൾ എക്സ്ട്രാ ഓർഡിനറിയാ. ആത്മാവ് ശക്തമായി പറയുന്നു, എല്ലാവരെയും പോലെ അല്ല നീ. അത് കൃപയുള്ളവൻ മനസ്സിലാക്കണം. 275 പേർക്കും പിടികിട്ടിയില്ലെങ്കിൽ ഒരാളിന് പിടികിട്ടി. എനിക്ക് തന്നെ മനസ്സിലായി. പൗലോസ് പറയും, എനിക്ക് മനസ്സിലായി, ഞാൻ വ്യത്യസ്തനാണ്. ഹല്ലേലൂയ. എല്ലാവരും പറയും കുടുങ്ങിപ്പോയെന്ന്. പൗലോസ് പറയും കുടുങ്ങിയിട്ടില്ല, നമ്മൾ രക്ഷപ്പെടാൻ പോവുക. എല്ലാവരും പറയുന്നു ആശ എല്ലാം പോയി, എല്ലാം കൈവിട്ടുപോയി അല്ലേ. കൈവിട്ടു. പ്രതികൂല കാറ്റിൻ്റെ നേരെ നമ്മൾ കുടുങ്ങി, നിൽക്കാൻ കഴിയാതെ കുടുങ്ങി. പക്ഷെ കർത്താവ് പൗലോസ് പറയും, കുടുങ്ങി എന്നാ നിങ്ങളൊക്കെ പറയുമ്പോഴും പൗലോസ് പറഞ്ഞ ദൂത, നിങ്ങളിൽ ഒരുത്തൻ്റെ പ്രാണന് പോലും ദോഷം വരികയില്ല. ആമേൻ. ചില വഴികളെ പിശാച് തടയുന്നത് ചില പ്രവൃത്തി നടക്കാതിരിക്കാനാണ്. റോമിൽ പോകേണ്ട വഴി പിശാച് തടഞ്ഞതാ. ഞാൻ ചിന്തിക്കുന്നു റോമിലെ ദൈവനിയോഗം നടക്കാതിരിക്കാനാ. ഇതിനകത്തും ചില കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് കാല് വയ്ക്കുമ്പോൾ വലിയ പ്രോബ്ലങ്ങളൊക്കെ വരും. നമ്മൾ ചിന്തിക്കും ഇതെന്തോ ശകുനമാണ്, ഇതെന്തോ തടസ്സമാണ്. സത്യം പറയാമല്ലോ, തടസ്സം ഉണ്ടെന്ന് കണ്ട അങ്ങോട്ട് കയറണം. നമ്മൾ ഈ തടസ്സം കാണുമ്പോഴേ അങ്ങ് ഈ വഴിയിൽ പൂച്ച ഇങ്ങനെ കുറുകെ ചാടിയാൽ മതി. ഇന്ന് പോണ്ടെന്നാണ് ദൈവ തീരുമാനം. ദൈവ തീരുമാനമല്ല, അത് പൂച്ചയുടെ തീരുമാനമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ഒരു ചെറിയ ചാറ്റൽ മഴ വന്നാൽ മതി. ഇന്ന് പോണ്ടെന്നാണ് കർത്താവിൻ്റെ പ്ലാൻ. കർത്താവിൻ്റെ പ്ലാൻ അല്ലേ. എന്നാൽ പിന്നെ ഗദരദേശത്ത് യേശു പോകത്തില്ല. അന്ന് രാത്രി കാറ്റും മഴയും കൊടുങ്കാറ്റും അടിച്ചപ്പോൾ കർത്താവ് തിരിച്ച് വീട്ടിൽ പോവേണ്ടല്ലേ. യേശു പറഞ്ഞു, ആട്ടങ്ങ് മഴ, ആട്ടങ്ങ് കാറ്റ്, കടലിനോട് ശാന്തമാകെ, എനിക്ക് പോയേ പറ്റൂ. നമ്മൾ ഈ ദുശകുനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പല നിയോഗവും ചലിക്കാത്ത ഈ ശകുനങ്ങളൊക്കെ നമ്മൾ നല്ലതാക്കി മാറ്റണം. ഇതിനെ ജയിക്കണം. അഭിഷേകമുള്ള ആരോടോ ദൈവാത്മാ പറയുന്നു, ഈ തടസ്സങ്ങളെ ജയിച്ച നീ അക്കരക്കെത്തിയാൽ വചനം പറയുന്നു നടക്കാൻ പോകുന്ന പ്രവൃത്തികൾ, അത് ആ ദേശത്തിന്റെ അധിപതിയെ പുറത്താക്കുന്ന പ്രവൃത്തി. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറ.
ശ്രദ്ധിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് എന്നെ ചിന്തിപ്പിച്ച് 1-2 കാര്യങ്ങളുണ്ട്. അപ്പോൾ 275 പേരും പറയുക ഞങ്ങൾ മരിക്കും, ഞങ്ങൾക്ക് രക്ഷയില്ല, ഞങ്ങൾ കുടുങ്ങിപ്പോയി. പക്ഷെ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് 275 പേരോട് ദൂത് പറയുക, നിങ്ങൾ കുടുങ്ങിയിട്ടില്ല, കുടുങ്ങിയ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ നിങ്ങളെ കരയ്ക്ക് കയറ്റാൻ പോവുക. ഇന്നലെ വരെ കപ്പിത്താനെ വിശ്വസിച്ച ഉള്ള കാശെല്ലാം വാരി കടലിലിട്ടെ, കപ്പൽ പ്രമാണിയെ വിശ്വസിച്ചിട്ട് അവർ പറയുന്ന വാക്കിൽ വിശ്വസിച്ചിട്ട് ഇവരുടെ സമ്പാദ്യങ്ങളും അരിയും ആഹാരവും പയറും എല്ലാം വാരിയിട്ട്. പക്ഷെ പൗലോസ് പറയുന്ന ഇടണ്ടായിരുന്നു ചുമ്മാ. ആമേൻ. കാരണം ഇട്ടില്ലേലും അതെല്ലാം അങ്ങോട്ട് പോവും. പക്ഷെ നിങ്ങളുടെ പ്രാണനെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ, സമ്പത്തെല്ലാം കൈവിട്ടുപോയി, അവസാനം കപ്പൽ കൈവിട്ടുപോയി. ബൈബിൾ പറയുന്നു തിരയുടെ കേമം കൊണ്ട് ആമേൻ അമരം ഉടഞ്ഞുപോയി, കപ്പൽ ചിതറിപ്പോയി. ഇന്ന് പകൽ പരിശുദ്ധമോ എന്തൊക്കെ ചിതറിയാലും കാറ്റിന്റെ നേരെ നിൽക്കാൻ തീരുമാനിച്ച ഒരു അഭിഷിക്തൻ അതിനകത്തുണ്ട്. അഭിഷിക്തൻ പറയും നിങ്ങളുടെ പ്രാണന് ദോഷം വരികയില്ല, ഒരുത്തന്റെ പ്രാണന് എന്ത് ചെയ്യത്തില്ല, കേട് വരികയില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് പ്രാർത്ഥിക്കാത്തവൻ കാണും, ഈ കപ്പലിനകത്ത് വലിയ വിശ്വാസം ഇല്ലാത്തവനും കാണും, കുറ്റം പറഞ്ഞവരുണ്ട്, പൗലോസിനെ ആമേൻ തല്ലാൻ വേണ്ടി കൈ ഉണങ്ങിയവർ കാണും, പൗലോസിനെ വിമർശിക്കുന്നവർ കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, രക്ഷിക്കാൻ നിൽക്കുമ്പോൾ പൗലോസ് പറയും ആണോ അല്ലയോ, അല്ലെങ്കിൽ കൂടെ ഉള്ളവനാണോ ഇല്ലയോ നോക്കിയിട്ടല്ല, ഞാൻ ഈ ഒരു ദൂത് കപ്പലിനകത്തിരിക്കുന്ന മൊത്തം പേർക്ക് കൊടുക്കുക, അവരെല്ലാം രക്ഷപ്പെടാൻ പോവുക. ഗ്ലോറി ടു ജീസസ് അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. പൗലോസ് പറഞ്ഞു ഒരുത്തൻ്റെയും പ്രാണന് ദോഷം വരികയില്ല. ചിലടത്ത് കുടുങ്ങിയെന്നും കൈവിട്ടു പോയെന്നും പറയുമ്പോൾ ഒരാൾ മതി ചില പടകിനകത്ത് കിടക്കുന്നവരെ രക്ഷിക്കാൻ. ഇന്ന് പകൽക്കാലം ഇതിനകത്തും ഈ ശബ്ദം കേൾക്കുന്ന നിന്നോടായിരിക്കാം ദൈവം ശബ്ദിക്കുന്നത്. അഭിഷേകം നിറഞ്ഞ മതി നിന്റെ കുടുംബത്തെ കരകയറ്റാൻ. ഓ ദൈവാത്മാവ് ദൂത് വ്യക്തമായി സംസാരിക്കുന്നു. അഭിഷേകമുള്ള നീ മതി കൈവിട്ടുപോയി എന്ന് പറഞ്ഞ് വ്യക്തികളെ കരക്കടുപ്പിക്കാൻ. അഭിഷേകമുള്ള നീ മതി കൈവിട്ടുപോയി എന്ന് പറഞ്ഞ കുടുംബങ്ങൾ കരകയറാൻ വിശ്വസിക്കുന്നവരുണ്ട്. ഇന്ന് പകൽ പ്രാർത്ഥിച്ചോ, ഈ ദൈവശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ റിലീസ് ആകുന്നു. തൊടുക 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 തൊടുക. ഈ ദൈവ സാന്നിധ്യം ചിലതിനെ സ്പർശിക്കട്ടെ. ചൂടവരാതര വൈടം ചാന ധേരി ധേരി ഉടാമ റീവശമനം വൈടം ചാന ധേരാരകന അൽക്കാന റീമനഗടക ശൈലവരഗജെ വൈടവരഗജെ അംധേര ധേരവരഗജ വൈടം പ്രൗഢ റീവാലാവ ശൈലവരഗജെ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും നമ്മളെ കൊണ്ട് എന്ത് ഗുണമുണ്ട്, നമ്മൾ പറഞ്ഞിട്ട് കാമേൻ കപ്പിത്താൻ കേൾക്കുന്നില്ല, നമ്മൾ പറഞ്ഞിട്ട് കാമേൻ കപ്പൽ പ്രമാണി കേൾക്കുന്നില്ല, നമ്മൾ പറഞ്ഞിട്ട് കപ്പലിനകത്തിരിക്കുന്ന ആരും കേൾക്കുന്നില്ല. സത്യം പറയാമല്ലോ, പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യും. ആമേൻ, നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ചോദ്യം ചെയ്യും. എൻ്റെ ശബ്ദം ആരും കേൾക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞിട്ട് ആരും ഉൾക്കൊള്ളുന്നില്ല. പക്ഷേ അവരെല്ലാം പറഞ്ഞ് തീരട്ടെ. അഭിഷേകമുള്ളവൻ്റെ ശബ്ദം ഉയർത്തേണ്ട ഒരു സമയമുണ്ട്. അവരെല്ലാം പറഞ്ഞ് തളരട്ട. അഭിഷേകമുള്ളവന്റെ ശബ്ദം ഉയരുന്ന ഒരു സീസൺ ദൈവം വച്ചിട്ടുണ്ട്. അന്ന് നിന്റെ ശബ്ദത്തിന് പൗലോസേ വില, അന്ന് അഭിഷേകമുള്ള നിന്റെ ശബ്ദത്തിന് കുടുംബത്തിൽ വില, അന്ന് അഭിഷേകമുള്ള നിന്റെ ശബ്ദത്തിന് ദേശത്ത് വില. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിൽ ഈ മകത്വം വെളിപ്പെടുന്നു. തൊടുക തൊടുക തൊടുക. അഭിഷേകത്തിന്റെ അഗ്നി ഒരു തീ പോലെ തീ പോലെ തീ പോലെ ഇന്ന് പകലിൽ വെളിപ്പെടുക. നീ പറഞ്ഞിട്ട് ആരും അംഗീകരിച്ചില്ല, നീ പറഞ്ഞിട്ട് ആരും കേട്ടില്ല, നീ പറഞ്ഞിട്ട് ആരും മുഖവിലക്കെടുത്തില്ല, നിന്റെ ശബ്ദം ആർക്കും വേണ്ട. ഇന്ന് ആത്മാവ് ശക്തമായി പറയുന്നു, നിനക്കൊരു സമയമുണ്ട്. അന്ന് നിന്റെ ശബ്ദം 275 പേര് അവൻ സ്വീകരിക്കാം. Regal Paudamanagadaga Rachaskamanagadagassi. In the name of Jesus. Ribala Shandal Praudibirigadagasi. Hallelujah. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പൗലോസിന്റെ ശബ്ദം കാറ്റിന് നേരെ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പലരും പറഞ്ഞു അവൻ പൊട്ടനാ, അവനെ കൊണ്ടൊന്നും കഴിയത്തില്ല. അവൻ കാറ്റിൻ്റെ നേരെ നിന്ന് പ്രതികൂലത്തിൻ്റെ നേരെ നിന്നവന് ചില ശബ്ദമുയർത്താൻ തുടങ്ങിയ പലരും പറഞ്ഞു ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല.
ഞാൻ നിങ്ങളോട് പറയാം, പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരൊക്കെ നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒതുക്കുമ്പോൾ കർത്താവ് നിൽക്കുന്നത് 275 കൂടെയല്ല, അവർ ഒറ്റപ്പെടുത്തിയവൻ്റെ കൂടെയായിരിക്കും. ദാനിയേലേ, നീ സിംഹക്കൂട്ടിനകത്ത് പോകുമ്പോഴും നാട്ടുകാർ മൊത്തം പറഞ്ഞു നീ ഇനി വെളിയിറങ്ങത്തില്ലടാ. പക്ഷെ കല്ല് വെച്ചവൻ്റെ കൂടെയല്ല ദൈവം നിന്നത്, മുദ്ര വെച്ചവൻ്റെ കൂടെയല്ല ദൈവം നിന്നത്, നിയമമുണ്ടാക്കിയവൻ്റെ കൂടെയല്ല നിന്നത്. അവരെല്ലാം ഒറ്റപ്പെടുത്തി ഒറ്റക്കടച്ചവൻ്റെ കൂടെ ദൈവം നിന്നു. ഇന്ന് അഭിഷേകത്തിന് വിലയുണ്ടെന്ന് കർത്താവ് തെളിയിക്കും. നീ ഒറ്റപ്പെട്ട നാളുകൾ അധികമായിരിക്കും, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്ന ദിവസങ്ങൾ അധികമായിരിക്കും. പക്ഷെ നിന്റെ കൂടെ ദൈവം നിൽക്കുമെന്ന് 275 തെളിയിച്ചതുപോലെ ഇന്ന് പകൽ ആരോടോ ദൈവാത്മ പറയുന്നു, നിന്റെ ദേശത്ത്, നിന്റെ ഭവനത്തിൽ കർത്താവ് നിന്നിലൂടെ തെളിയിക്കുന്ന സമയം ആസന്നമായി. Oh, come on, Holy Spirit. Shalmana, Riba, Lakamana, Shed. അത് ദൈവം തെളിയിക്കേണ്ട സമയമോ. ചൂടാബാലാബാലാബ ശന്തൽ കമനഘടകസെ വൈശസ് പ്രൗഢിബിരിഘടകരകൾ കമനഘടകസെ അത്യുന രക്ഷസ് കമനഘടക ശൈഡിബിരിഘടകസെ. In the name of Jesus. Hallelujah. അതെൻ്റെ കർത്താവ് തെളിയിക്കും. ഇതിനകത്തിരിക്കുന്ന ആരും ആകട്ടെ, നിങ്ങൾക്ക് വില കാണത്തില്ല, പക്ഷെ നിങ്ങളുടെ അഭിഷേകത്തിന് വിലയുണ്ട്. നിങ്ങൾക്ക് വിലയൊന്നും കാണത്തില്ലായിരിക്കാം, നിങ്ങൾ ചുമക്കുന്ന അഭിഷേകത്തിന് വിലയുണ്ട്. ഹല്ലേലൂയ. തകർന്നു പോകേണ്ട ഇവൻ, നശിച്ചു പോകേണ്ട എല്ലാവരും പറഞ്ഞ് കൈവിട്ടു പോയി, കാറ്റിന് നേരെ നിൽക്കാൻ കഴിയാതെ ഞങ്ങൾ കുടുങ്ങിപ്പോയി, കടലിനകത്ത് കുടുങ്ങിപ്പോയി. പക്ഷേ അഭിഷേകമുള്ള പറയുന്ന കരകയറും. നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തല്ല ചിലപ്പോൾ കയറുന്നേ, ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് കയറാൻ പോവുക. ഗ്ലോറി. പിശാച് ഉദ്ദേശിക്കുന്നിടത്തല്ല നിങ്ങൾ വീഴാൻ പോകുന്നേ, അഭിഷേകം ഉദ്ദേശിക്കുന്നിടത്ത് കയറാൻ പോവുക. ഹല്ലേലൂയ. അഭിഷേകം ഉള്ളവൻ്റെ കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാനൊരു കര വച്ചിട്ടുണ്ട്. ഇന്നലകളിൽ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന പൗലോസേ, ഇനി ആ കപ്പൽ നയിക്കുന്നത് കപ്പിത്താനല്ല, നീയാ. ആത്മാവാരോഗ്യത്തിനകത്ത് പറയുന്നു, കപ്പിത്താൻ പറഞ്ഞത് കേട്ട് അവസാനം കുടുങ്ങിപ്പോയതാ. പൗലോസ് പറഞ്ഞു, ഇനി കപ്പലില്ലാതെ 275 നീ നയിക്കാൻ പോവുക. കപ്പലില്ലാതെ 275 നീ കരയ്ക്ക് കൊണ്ടെത്തിക്കാൻ പോവുക. ഇന്ന് പകലിൽ ഒരു ഒരു പലകയ്ക്ക് പോലും കപ്പലിന്റെ കരുത്ത് വരാൻ നിന്റെ ദൂതിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുണ്ടോ ഇന്ന് പകൽക്കാലം? ഓ, കപ്പലിനുള്ള പവർ ഒരു പലകമേൽ വെളിപ്പെടും. പൗലോസ് പറയുക, കുടുങ്ങിപ്പോയവരും കൈവിട്ടു പോയവരൊക്കെ അവസാനം പൗലോസിൻ്റെ വാക്ക് കേൾക്കേണ്ടി വന്നു. കാരണം ബൈബിൾ പറയുന്നു, കപ്പലും കൂടെ തകരുന്നു, സമരം ഉടഞ്ഞു, എല്ലാം ഉടഞ്ഞു. ആമേൻ. ഇന്ന് പകൽ എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷ മൊത്തം തകർന്നെങ്കിൽ, അമരം പോലും, ഇരിക്കുന്ന ഇടം പോലും, നിയന്ത്രിക്കുന്ന ഇടം പോലും ഉടഞ്ഞു പോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം പണിയുന്നൊരു ദൈവ സാന്നിധ്യം ഇവിടെ വന്നിട്ടുണ്ട്. അഭിഷേകം ചിലതിനെ പണിയും. ഹല്ലേലൂയ. അഭിഷേകം ചിലതിനെ വീണ്ടെടുക്കും. നിൻ്റെ അഭിഷേകം ചിലതിനെ തിരിച്ചെടുക്കുക. നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം ചിലതിനെ തിരിച്ചു പിടിക്കുന്ന അഭിഷേകമാണ്. മറക്കണ്ട. പൗലോസ് പറഞ്ഞു, പേടി വേണ്ട, ആരും പേടിക്കണ്ട. ഹല്ലേലൂയ. ബൈബിൾ പറയുന്ന പൗലോസിൻ്റെ കരത്തിലേക്ക് ദൈവം ചിലതൊക്കെ കൊടുക്കാൻ പോവുക. ഇന്നലെ വരെ നിന്നെ നിന്നിച്ച് കൈയും കെട്ടി കാലും കെട്ടി നിന്നെ എവിടേക്കോ തടവിലാക്കിയെന്ന പോലെ കൊണ്ടുപോയെങ്കിൽ, ഞാൻ പറയാം, അങ്ങനെ കൊണ്ടുപോയി നിന്നെ അനുഭവിച്ച പരിഹാസം അനുഭവിച്ചവരോട് ഞാൻ പറയാം, നിനക്കൊരു സീസൺ ദൈവം തുറക്കും. ഗ്ലോറി ടു ജീസസ്. നിനക്കൊരു സീസൺ ദൈവം തുറക്കും. പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിന്നിലൂടെ പ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. പ്രതീക്ഷിക്കാത്ത സമയത്ത് നിന്നിലൂടെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഓ, ആരും പ്രതീക്ഷിക്കാത്ത ഇടം നിന്റെ ദൈവപ്രവൃത്തിയുടെ ഇടങ്ങളായി മാറും. ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലം ദൈവപ്രവൃത്തിയുടെ ഇടങ്ങളായി മാറും. In the name of Jesus. Ribala shekebi yamtenia glory. Ribala hadal kamana gadaka shaida proudi biri gadaka si. Praise God.
ആരും പ്രതീക്ഷിക്കാത്ത ഇടങ്ങൾ ദൈവപ്രവൃത്തിയുടെ ഇടങ്ങളായി മാറാൻ പോവുകയാണ്. ആമേൻ. എൻ്റെ ഭാഷ പറഞ്ഞ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. പൗലോസ് ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറയാം, ചില സന്ദർഭങ്ങളിലൊക്കെ അഭിഷേകമുള്ള നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. പേടിക്കരുത്, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഭയപ്പെടരുത്. 100 നിൻ്റെ കൂടെ ഉള്ളതിനേക്കാളും വലുതാണ് ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. 275 കൂടെ ഉള്ളതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ മേലുണ്ടെങ്കിൽ. കാരണം അതിൻ്റെ നേർവഴിക്ക് കൊണ്ടുവരും. ആമേൻ. മുക്കാൻ വേണ്ടി പിശാചിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് കപ്പലിൻ്റെ അമരം തന്നെ എന്ത് ചെയ്തു? പിശാച് ഒടിച്ചു കളഞ്ഞു. ഉടച്ചു കളഞ്ഞു. അമരവും ഉടച്ചു, അണിയവും ഇല്ലാതായി എന്ന് പറഞ്ഞാൽ മുന്നും പിന്നും പിശാച് ഉടച്ചു. ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുമില്ല. കപ്പലങ്ങ് കടലിനകത്ത് കിടക്കുക. ഞാൻ നിങ്ങളോട് പറയാം, കര കയറാൻ പറ്റുന്നില്ല. കാറ്റും മഴയും തിരയും കണ്ട് ഈ അകത്തുള്ളവരൊക്കെ പറയുക എല്ലാവരും നശിക്കും. നീന്താൻ കഴിയുവാണെങ്കിൽ ചിലർ രക്ഷപ്പെടും. പക്ഷെ പൗലോസ് പറഞ്ഞ ചിലരല്ല, എല്ലാവരും രക്ഷപ്പെടും. ഗ്ലോറി. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ചിലതിനൊക്കെ രക്ഷപ്പെടുത്താനുള്ള ശക്തിയാണ് കർത്താവ് നമ്മുടെ കയ്യിൽ ഇട്ടേക്കുന്നത്. അത് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. നമ്മൾ രക്ഷപ്പെടുക മാത്രമല്ല, പലരും രക്ഷപ്പെടാൻ പോവുക. നിൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം ചിലർ രക്ഷപ്പെടുത്താനുള്ളതാണെങ്കിൽ വഴി വെച്ച് ഏത് പിശാച് അതിനെ തൊട്ടുകൊണ്ടു പോകാൻ നിന്നാലും നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം അതിനെ തടയും. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിനെ പിടിക്കും. നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തി അതിനെ ബ്ലോക്ക് ചെയ്യും. നീ ചിലതിനെ രക്ഷപ്പെടുത്തി അതിനെ കരയിലേക്ക് കൊണ്ടുവരുവാൻ യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ചിലതിനെ രക്ഷപ്പെടുത്താനാണ് കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നത്. ചിലർ രക്ഷപ്പെടുത്താനുള്ള ശക്തി നിങ്ങളുടെ മേലുണ്ട്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, എല്ലാവരും ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ പൗലോസും കൂടെ വെള്ളത്തിലോട്ട് മുങ്ങിയെങ്കിലോ? അവിടെയാണ് അഭിഷേകമുള്ളവൻ ചിന്തിക്കേണ്ടത്. നീ ചിന്തിക്കുക. അവർക്ക് ബുദ്ധി കാണും, അവർക്ക് സർട്ടിഫിക്കറ്റ് കാണും, അവർക്ക് കാശ് കാണും, അവർക്കെല്ലാം കാണും. പക്ഷെ അവർക്കില്ലാത്ത ഒന്ന് നിൻ്റെ കയ്യിലുണ്ട്. ഗ്ലോറി. അവർക്ക് അറിവുണ്ട്. കപ്പിത്താൻ പറയും, ഈ കപ്പലൊക്കെ ഞാൻ എത്ര തവണ ഓട്ടിച്ചിരിക്കുന്നു. കപ്പൽ പ്രമാണി പറയും, എൻ്റെ ഉടമസ്ഥനൊക്കെ പറയും, ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരതിലൊക്കെ വിശ്വസിച്ച് ആശ്രയിച്ചിരിക്കുമ്പോൾ പൗലോസ് പറയും, നിങ്ങളുടെ കയ്യിലില്ലാത്തൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ കയ്യിലില്ലാത്തൊരു സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ച് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതിനെ അഭിഷേകമുള്ളോ നിയന്ത്രിക്കാൻ പോവുക. ഗ്ലോറി. ഹല്ലേലൂയ. അവർ ചിന്തിച്ചു, കപ്പൽ കൊണ്ട് 276 ഞങ്ങൾ അക്കരെ എത്തിക്കും. പക്ഷേ പൗലോസ് പറയും, കപ്പൽ കൊണ്ട് എത്തിക്കത്തില്ല. ഇനി അങ്ങോട്ട് നിയന്ത്രിക്കുന്നത് ഞാനാ. ഒരു ഹല്ലേലൂയ ഇവിടെ പറ. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അറിവും പഠിപ്പും കഴിവുള്ളവർ പറയും, ഇതിങ്ങനെ പോകത്തുള്ളൂ. ഇല്ല, അഭിഷേകമുള്ളവൻ പറയും, അതിനകത്തൊന്നുമില്ല, അത് ഡെലിവറൻസ് ആകാൻ പോവുക. ഗ്ലോറി. അല്ലേ സിസ്റ്ററെ? കഴിഞ്ഞ അവരുടെ മകൻ ഒരു ചെറിയ പ്രോബ്ലത്തോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചോട്ടെ. കഫവും പ്രശ്നങ്ങളൊക്കെ ആയിരുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സിസ്റ്റർ ബ്രദറിൻ്റെ മകൻ എത്ര വയസ്സായി? 7 വയസ്സായ മകനെ ചെക്കപ്പിന് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ ഈ സാധനമൊക്കെ ഇവിടെ വച്ച് നോക്കിച്ച് പറഞ്ഞു, എൻ്റെ ഹാർട്ടിന് ഒരു മർമർ ശബ്ദമുണ്ട്. ഒരു വല്ലാത്തൊരു ശബ്ദം കേൾക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് വല്ലാണ്ട് ഭയമായി. പാസ്റ്ററെ അതിനോട് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചേച്ച് ഞാൻ പറഞ്ഞു, വേറെ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ധൈര്യമായിരിക്കാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ എന്നാ ചെക്കപ്പിന് പോയേ? ചെക്കപ്പിന് എന്നാ പോയേ? ഇന്നലെയാണല്ലേ? ഇന്നലെ ചെക്കപ്പിന് വേണ്ടി കടന്നു പോകുമ്പോൾ അവരെന്നെ വിളിച്ചു പക്ഷേ ECGയും എക്സ്റേ ഒക്കെ എടുക്കാൻ വേണ്ടി മോനെ അകത്തോട്ട് കയറ്റുവാ. ഒന്നും പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിച്ചത് രണ്ടും എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു, ഇതിനങ്ങനെ വേറെ ഒരു പ്രോബ്ലവും കാണുന്നില്ല. ഇതിൽ രണ്ടിലും പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് ഇനി ഒരെണ്ണം കൂടി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയും, അതിലും പ്രോബ്ലം ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞ് നിങ്ങളുടെ ഭയം അങ്ങ് മാറട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ നിങ്ങളോട് പറയാം, അവിടെ അല്ല തീരുമാനിക്കുക. നിന്നെ ചിലത് അഭിഷേകമുള്ളവരുടെ കരത്തിലോട്ട് കർത്താവ് കൈമാറും. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞ സിസ്റ്റർ, നിങ്ങളുടെ മകനെ അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഇവിടെ പോയി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ.
ഗ്ലോറി ടു ജീസസ്. മോയോടെ പോയി തോന്നില്ലേ? അതൊരിക്കോ മോനെ. ആമേൻ. ഞാൻ പറയട്ടെ, ഹാർട്ടിന് ഹോളുണ്ടെന്ന് പറഞ്ഞതാ. പക്ഷേ ലാസ്റ്റ് ചെക്കപ്പിൽ ഡോക്ടർ പറയും ഇവൻ്റെ ഹാർട്ടിൽ ഹോളുണ്ടെന്ന് ആരാ പറഞ്ഞതെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ നിങ്ങളോട് പറയാം, ചിലതൊക്കെ അഭിഷേകമുള്ളവർക്ക് തീരുമാനിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ ചിലത് നടക്കാൻ പോവുക, വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോ ചിലത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർക്കേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതങ്ങനെ സംഭവിക്കും. പൗലോസ് പറഞ്ഞു കപ്പലങ്ങ് പോട്ടെ, പക്ഷെ 276 പേരും കരയിൽ കയറും. അതൊരു വേറെ ദൂതാ കേട്ടോ. നമ്മൾ വിചാരിക്കും കപ്പൽ വഴിയെ കരയിൽ കയറാൻ പറ്റത്തുള്ളൂ. പക്ഷെ പൗലോസ് പറയും ഇല്ല, കപ്പലില്ലേലും 276 പേരും കരയ്ക്ക് കയറാൻ പോവുക. ശ്രദ്ധിക്കണം, അഭിഷേകമുള്ളവൻ കുടുങ്ങിപ്പോയി എന്ന് പറയുമ്പോഴും അതിനിടയിൽ ഒരുത്തം പറഞ്ഞു ഞാൻ കുടുങ്ങിയിട്ടൊന്നുമില്ല. നിങ്ങൾ പറയണം, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ജീവിതത്തിൽ അഭിഷേകം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞാൻ കുടുങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ കുടുങ്ങിയിട്ടില്ല, ഞാൻ തിരിച്ച് കരയിലോട്ട് കയറും. കുടുക്കി എന്ന് പിശാച് വാദിച്ചാലും ഞാൻ തിരിച്ച് കരയിലോട്ട് വരും. എന്നെ ഒതുക്കി എന്ന് പിശാച് പറഞ്ഞാലും ഞാൻ തിരിച്ച് കരയിലോട്ട് വരും. ആത്മാവിശക്തമായി ഇന്ന് പകലിൽ ഇതിനകത്ത് സംസാരിക്കുന്നു. അങ്ങനൊക്കെ ചിലർ പറഞ്ഞാലും ചിലർ കരയിലോട്ട് കയറാൻ പോവുകയാണ്. In the name of Jesus. Amen. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നു. ഇപ്പോൾ പിശാച് പറയും, ചില നിയോഗങ്ങളുടെ യാത്രയിൽ പിശാച് വഴിയിരുന്നോണ്ട് പറയുന്നത് എന്നെ അവിടെ ഞാൻ എത്തിക്കത്തില്ല. കാരണം പുള്ളിയെക്കുറിച്ച് ബൈബിൾ പറയുന്നത് പുള്ളിയുടെ മേൽ കിടക്കുന്ന അഭിഷേകം ഭയങ്കര അഭിഷേകമാണ്. ചിലരുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിനാണ് വില. നമുക്ക് വലിയ വിലയൊന്നും കാണത്തില്ല. ഈ അഭിഷേകം വില കറിഞ്ഞ് പാസ്റ്റർക്ക് എന്നാ വിലയിരിക്കുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇനി ഞാനെന്നല്ല, അഭിഷേകം ഇല്ലെങ്കിൽ നമ്മളിൽ പലർക്കും വിലയില്ല. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ അഭിഷേകം ഇല്ലെങ്കിൽ നമ്മളിൽ പലർക്കും വിലയില്ല. നമ്മളെ പിന്നെ ചാന്ത് കുഴയ്ക്കാനോ വല്ല കട്ട കെട്ടാനോ കരിക്കല്ല് പറക്കാനോ ഇതിനെനിക്ക് കൊള്ളാവുന്നേ. അഭിഷേകം ഉള്ളതുകൊണ്ടാണ് പലയിടത്തും വില വരുന്നേ. ഗ്ലോറി ടു ജീസസ്. ഇന്ന് പകലിൽ അതൊന്നും കുറച്ചിലായിട്ടല്ല ഞാൻ പറയുന്നത്, നിന്നെ അതിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റുന്നത് ഈ അഭിഷേകമാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ ചിന്തിക്കരുതോ, അതൊക്കെ ചെയ്യുന്നവരൊന്നും അഭിഷേകം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിച്ചോളൂ. ഞാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റുന്ന ഒന്നാണ് നിൻ്റെ അഭിഷേകം. ഇത്രയും പ്രോബ്ലങ്ങൾ അത്രയും പ്രോബ്ലങ്ങൾ ഈ പൗലോസിന് വരാനുള്ള കാരണം അവൻ ചുമക്കുന്ന അഭിഷേകം ഭയങ്കര പവറുള്ളതായിരുന്നു. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പൗലോസിൻ്റെ മേൽമുണ്ട്. ഈ മേൽമുണ്ടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഇടുന്നൊരു സാധനമാണ് അല്ലേ? ഒരു വെള്ള മുണ്ടൊക്കെ കൊടുത്തിട്ട് മേൽമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ. എനിക്കൊരു അമ്മച്ചിയുണ്ട്, അമ്മച്ചി ഇടുമായിരുന്നു, അതുകൊണ്ട് എനിക്കറിയാം. മേൽമുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇടുന്നൊരു സാധനമുണ്ട്. അവരിപ്പോഴും അങ്ങനെ തന്നെ യൂസ് ചെയ്യും. പിന്നെ പുറത്തോട്ട് പോകാറില്ലെന്നുള്ളൂ. ഇപ്പോഴും ഒരു ജീവിച്ചിരിപ്പുണ്ട്, സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് ബലഹീനതയും ക്ഷീണവും ഒക്കെ വരും. ഏകദേശം 10-95 വയസ്സിന് മേലെ ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഈ അമ്മച്ചി പുറത്ത് പോയാൽ ഇപ്പോൾ വർഷങ്ങളായി പുറത്ത് പോകാറില്ല. കോവിഡിന് ശേഷം പിന്നെ വേറെ ഒന്നിനും പുറത്ത് പോകാറില്ല. കല്യാണം ആയാലും ഒന്നിനും എന്ത് ചെയ്യാറില്ല, പുറത്ത് പോകാറില്ല. പോയാൽ അവർ ഒരു മേൽമുണ്ടൊക്കെ എടുത്ത് എന്ത് ചെയ്യും, ആ പഴയ ശീലം അതുപോലെ അങ്ങ് സഞ്ചരിക്കും. ഇതുപോലെ പൗലോസിന് ഒരു മേൽമുണ്ട്, ഒത്തിരിയും ഇങ്ങനെ തോളയിലിടുന്ന തോർത്ത. നിങ്ങൾ പഴയ അപ്പച്ചന്മാരെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരും നോക്കണ്ട, ഇതിനേക്കാൾ പഴയ അപ്പച്ചന്മാരുണ്ട്. ഈ അപ്പച്ചന്മാരെ കണ്ടാൽ അപ്പച്ചൻ്റെ തോളിൽ എപ്പോഴും തോർത്ത് കാണും. കല്യാണം വീട്ടിൽ പോയാലും തോർത്ത് കാണും. നമ്മുടെ ഭാഷയിലെ തോർത്തെന്ന് പറയുന്നത് അല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്ന് നമ്മൾ പോയി ചോദിക്കുക, അപ്പച്ചൻ്റെ തോർത്തുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മൾ ഈ കർച്ചീഫ് നമ്മൾ പോക്കറ്റിലിട്ട് ഒരു കർച്ചീഫ് അല്ലേ, നിങ്ങളുടെ പേഴ്സിലോ കയ്യിലോ ഒക്കെ ഇങ്ങനത്തെ കർച്ചീഫ്. പണ്ടത്തെ അപ്പന്മാർക്ക് കർച്ചീഫൊന്നും ഇല്ല. പണ്ടത്തെ അതുപോലെ ഈ തോർത്ത് എത്ര നല്ല ഷർട്ട് ഇട്ടാലും തോളിലൊരു തോർത്ത്, നല്ല മുണ്ട് വിട്ട് നല്ല ചെരുപ്പ് വിട്ടാലും തോളിലൊരു തോർത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇത് പൗലോസിനൊരു ശീലമാണ്. പൗലോസിനുണ്ട് മേൽമുണ്ട്. വേർപ്പ് തുടയ്ക്കാൻ എന്നോട് ഇട്ടയ്ക്കുന്നതായിരിക്കണം അത്. കൈ തുടയ്ക്കാനോ വേർപ്പ് തുടയ്ക്കാനോ മുഖം തുടയ്ക്കാനോ ഒക്കെ ഇട്ടിരിക്കുന്ന മേൽമുണ്ട്. പക്ഷെ സത്യം പറയല്ലോ, പൗലോസ് ചുമന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ ചുമന്നു കൊണ്ടുപോകുന്ന മേൽമുണ്ടിന് വരെ പവറുണ്ടായിരുന്നു. ബൈബിൾ ഇങ്ങനെ പറയുന്നേ, രോഗികളുടെ മേൽ അവൻ്റെ ഉത്തരീയവും മേൽമും കൊണ്ട് ഇടുമ്പോൾ രോഗികൾ സൗഖ്യമായി എഴുന്നേക്കും. ശ്രദ്ധിക്കണം, ഇത് പിശാചിനറിയാം. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ
രണ്ടടുത്ത് ഒരുമിച്ച് സൗഖ്യം നടക്കുക. ഒന്ന്, പൗലോസ് നിൽക്കുന്നിടത്ത് നടക്കും. രണ്ട്, അവൻ്റെ തോർത്ത് കൊണ്ട് ഇടുന്നിടത്ത് നടക്കും. പിടി കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. റജിപ്പാസിനിപ്പോൾ ഇവിടെ വന്നാലേ എന്തെങ്കിലും പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂമായിരിക്കും. പൗലോസ് അങ്ങനല്ല. പൗലോസ് ഇവിടെ പ്രസംഗിക്കുമ്പോഴും കാഞ്ഞിരംകുളത്തും അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് പകലിൽ ഞാൻ പറയാം, അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കാരണം അവൻ്റെ തോളിൽ കിടക്കുന്ന ഉദ്ധരിയത്തിന് പോലും ഈ അഭിഷേകത്തിൻ്റെ പകർച്ചയുണ്ട്. ഇങ്ങനെ ചുമക്കണം ചുമക്കുന്നവർ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഈ അഭിഷേകം ചുമക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചുമക്കണം. തോർത്ത് ചുമന്നുകൊണ്ട് പോകുന്ന പോലെ ഈ അഭിഷേകം ചുമക്കണം. ആമേൻ. നീ അഭിഷേകത്തെ ചുമക്കുവാണെങ്കിൽ നിന്റെ തോർത്തിലും അഭിഷേകത്തിനൊരു മണം ഉണ്ടാകും. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞില്ല നിങ്ങൾ? ആമേൻ. നീ അഭിഷേകം ചുമക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നിന്റെ തോർത്തിന് പോലും എന്തുണ്ടാ? ഒരു അഭിഷേകത്തിൻ്റെ ഗന്ധമുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. അത് മതി ദുരാത്മാക്കൾ ഓടാൻ. അത് മതി പൈശാചിക ശക്തികൾ അലറിക്കൊണ്ട് ഓടാൻ. അത് ഇരുന്നാൽ മതി ചില വീടുകൾക്കകത്ത് രക്ഷ വെളിപ്പെടാൻ. ഇന്ന് പകല് നീ ചുമക്കുന്ന ഈ അഭിഷേകത്തിന് ശക്തിയുണ്ട്. ഇപ്പോൾ ഹെവിയായ ദൈവശക്തി ചില ശരീരങ്ങളിലേക്ക് സ്വർഗം ഇടുന്നു. നിന്നിലെ അഭിഷേകം അതിശക്തിയോടെ പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഒരു തീ. ആത്മാവിന്റെ അഗ്നി നിങ്ങളുടെ മേൽ പകരട്ടെ. ചൂടവരാതര വൈടപ്രൗഢ റീവക്ഷമനം വൈടം ചാന ധേരെ റീവാലാവ ഷൈഡവരഗജ അന്തൽക്കമനം ജാലം ധേരെ ഊടാബ റീവലഗടക ഷൈഡവരഗജക രഗദഗ രഗജേ. പ്രൈസ് ഗോഡ്. ഇന്ന് പകല മഹത്വം വെളിപ്പെടുക സിസ്റ്റർ. നിങ്ങളുടെ മേലൊക്കെ സാന്നിധ്യം ഇറങ്ങി വരിക. ഞാൻ ആത്മാവിൽ കാണുക ഹെവിയായൊരു ഫയർ. ഒരു ഹെവിയായ ദൈവശക്തി ചില ശരീരങ്ങളുടെ മേൽ പകരുക. ചില നിയോഗങ്ങളുള്ള വ്യക്തിയാ സിസ്റ്ററെ നിങ്ങൾ. ദൈവാത്മാവ് ശക്തമായ ദൂത് പറയുന്നു. ആത്മാവ് ശക്തമായി നിങ്ങളോട് സംസാരിക്കുന്നു. ചില നിയോഗത്തിന് വേണ്ടി ദൈവം നിങ്ങളെ കണ്ടിരിക്കുക. ഇന്ന് പകൽ ശക്തമായൊരു ആത്മപകർച്ച നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവാ സിസ്റ്ററെ. പ്രാർത്ഥിച്ചോ. അസാധാരണമായ ചില ദൈവിക ഡെലിവറൻസ് നിങ്ങളിലൂടെ പല വ്യക്തികളിലും സംഭവിക്കാൻ പോവാ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ചില വ്യക്തികളുടെ കുടുംബങ്ങൾക്കകത്ത് നിങ്ങളിൽ മേൽ കിടക്കുന്ന അഭിഷേകത്തിലൂടെ അത് സംഭവിക്കാൻ പോവാ. Now take fire of God. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിരെ നിൽക്കാൻ കരുത്തുള്ള ഒരു അനോയിന്റിംഗ് ദാസിയുടെ മേൽ ഇപ്പോൾ റിലീസ് ആകുന്നു. പിടിച്ചിരിക്കാൻ കഴിയാത്ത ഒരു ദൈവശക്തിയുടെ പകർച്ച ഇപ്പോൾ നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഒരു അസാധാരണ ആത്മശക്തി ഇന്ന് പകൽ നിങ്ങളെ തൊടുകയാണ്. ചില പ്രതികൂലങ്ങളും ചില കാറ്റുകളും നിനക്കെതിരെ വീശുന്നതിന്റെ കാരണം നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഭയങ്കര പവറാ. ഗ്ലോറി ഹല്ലേലൂയ. പിശാച് പറയും നീ ഇനി കരയിൽ കയറണ്ട. കാരണം കരയിൽ കയറിയാലല്ലടാ നീ അത്ഭുതം ചെയ്യൂ. പൗലോസിനെ കുറിച്ച് നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? പൗലോസിനെ പ്രവൃത്തി വെളിപ്പെടാതിരുത്താൻ അവനെ പിടിച്ച് ജയിലിലിട്ടത് കൊണ്ടാ 10-13 ലേഖനങ്ങൾ നമുക്ക് കിട്ടിയേ. ചുമ്മാ കിടന്നാൽ പട്ടണങ്ങളെയും അടുത്ത ജനറേഷനെയും ഇളക്കുന്ന ലേഖനങ്ങൾ പുറത്തു വരും. അതുകൊണ്ട് ഈ ഭാവി കാലത്തേക്കുള്ള ലേഖനങ്ങളെ പിശാച് പറഞ്ഞ് ഇനി നീ എഴുതണ്ടടാ. അവനെ പിടിച്ച് തുറന്നു വിട്ടപ്പോൾ ചെല്ലുന്നിടത്തൊക്കെ സഭ വരികയാ. ഗ്ലോറി. അതുകൊണ്ട് അവനെ പിശാച് ചിന്തിച്ച് ഇവനെ കരയിലും വിടാൻ പറ്റത്തില്ല. ഇനി അവനെ കടലിലിട്ട് ഒതുക്കി കളയാം. കരയിരുന്നാലല്ലയോ വല്ലതൊക്കെ നടക്കത്തുള്ളൂ.
പ്രതീക്ഷിക്കാത്ത കടലിനകത്തിട്ട് കപ്പൽ തകർത്തവനെ ഒതുക്കുമ്പോൾ അഭിഷേകമുള്ളവൻ കടലിനെയും ഭേദിച്ച് കയറി വരികയാ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാ, പിശാചുരുക്കുന്ന ഏത് തന്ത്രത്തെയും അഭിഷേകമുള്ളവൻ കീറി മുറിച്ചുകൊണ്ട് അവൻ പുറത്തു. ദൈവശക്തി ഇന്ന് പകൽ സ്വീകരിക്കട്ടെ. In the mighty power, നിനക്കെതിരെ ഒരുക്കുന്ന ഏത് തന്ത്രവും നീ അഭിഷേകത്തിൽ നിന്ന് തന്നെ കീറോ. ചൂടവരാതര വൈഡൽ കമനം ചാലം ധേര ധേര രഗന വൈഡൽ കമന ചൂടാവാമ റീവാലാമ ഷൈഡവരഗജ അന്തൽ കമനം ചാലം ധേരെ ഓ റീവശവന വൈഡ പ്രൗഢ റീവാലാമ അതിരഗടകെ ആ റീവ ഷൈഡവരഗതിന് വൈഡവരന്തല മൗഡാരഗജ ഖിമോ. ഇന്ന് പകൽ അത്ഭുതങ്ങളുടെ പകലാകട്ടെ. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. അവനെ കരയിലും വച്ചേക്കത്തില്ല, ജയിലിൽ വിട്ടേക്കത്തില്ല. ഇപ്പൊ കടലിനകത്ത് ഒതുക്കാൻ പോവുക, കടലിനകത്ത് ഒതുക്കാൻ പോവുക. പക്ഷെ അവിടെ ഒറ്റയ്ക്ക് നിന്നു. കാരണം എന്നാ? അവൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന് ഭയങ്കര പവറാ. അവൻ പറഞ്ഞാൽ മതി, അവൻ്റെ തോർത്ത് കൊണ്ടിടുന്നിടത്ത് രോഗി എഴുന്നേക്കും. അവൻ പറഞ്ഞാൽ മതി, അവൻ്റെ തോർത്ത് ചെന്ന് വീടുന്നിടത്ത് അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു. ആമേൻ. മന്ത്രവാദികൾ മന്ത്രവാദത്തിൻ്റെ പുസ്തകങ്ങളെ ചുട്ടുകളഞ്ഞിട്ട് പൗലോസിൻ്റെ ശിഷ്യന്മാരാകുന്നു. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത്രമാത്രം അത്ഭുത പ്രവൃത്തികൾ പൗലോസിൽ നടക്കണമെങ്കിൽ അവൻ ചുമക്കുന്ന ദൈവശക്തി ചെറുതല്ല. ഒരു ഹല്ലേലൂയ കൂടെ പറ. പരിശുദ്ധാത്മാവ് പറയുന്ന ചില ദൈവിക വിടുതലുകൾ നിങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പിശാച് കെട്ടിവച്ചത്, പിശാച് അതിരുവച്ച ചില മേഖലകൾക്കകത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ സത്യമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ചുമക്കുന്ന ദൈവശക്തി ചെറുതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം അവൻ്റെ രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കാൻ പറ്റുന്നൊരു ശക്തിയാണ് നിങ്ങളുടെ മേൽ ദൈവം പകർന്നിരിക്കുന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ചെല്ലുന്നിടത്ത് അവൻ്റെ രാജ്യത്തിൻ്റെ ശക്തിയും ആണിയൊക്കെ ഇളവുന്നേ. ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, അത് ഇളകട്ടെ. പക്ഷെ അതൊരു വിഷയമല്ല. നീ ചിന്തിക്കുക, പിശാചേ നീ എങ്ങനൊക്കെ കാറ്റ് വീശിയാൽ ഒരു കൊടുങ്കാറ്റിനും എന്നെ ഒതുക്കാൻ പറ്റത്തില്ല. എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഒതുങ്ങേണ്ടതല്ല. അത് ഇനിയും റോമിലെത്തുമെന്ന് പറഞ്ഞെങ്കിൽ അതവിടെ എത്തും. എവിടൊക്കെ ചെല്ലുമെന്ന് പറഞ്ഞെങ്കിൽ അതവിടെ എത്തിക്കാം. Come on, Holy Spirit. Oh, shapapa, rakaba shakenia, rimana shakenia, rima shanteria. Oh, fire. ആത്മാവിന്റെ തീ നിന്റെ ശരീരങ്ങളിലേക്ക് പകരട്ടെ, പകരട്ടെ. ഒരു തീ പോലെ ഇന്ന് പകലരുത്, പകരട്ടെ. ചുടകക്ഷമനം വൈഡ പ്രൗഢ റീവ ലാഭ വൈഡ രഗജ അത്യുടബലബല റീവ ക്ഷമനവ രഗതിന് വൈഡവ രന്തൽ കമനെ. ഓ റീവ ക്ഷമനം വൈഡം ജാന തേരാരഗന വൈഡക രഗജെ. Hallelujah, 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 hallelujah. Praise God. Hallelujah. ചിലതൊക്കെ ദൈവം നിങ്ങളെക്കുറിച്ച് പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നീ വഴി കിടന്നാൽ പറ്റത്തില്ല, നീ വഴി വിടുന്നാൽ പറ്റത്തില്ല, നീ വെള്ളത്തിനകത്ത് മുങ്ങിയാൽ പറ്റത്തില്ല, നീ ജയിലിനകത്ത് കിടന്നാൽ പറ്റത്തില്ല. കർത്താവ് പറയും, എടാ ഇത് അവിടെ കിടക്കാനല്ല അഭിഷേകം നിൻ്റെ മേൽ ഞാൻ ഇട്ടിരിക്കുന്നതാ, നീ എഴുന്നേറ്റ് പുറത്തു വരാനാണ്. റോമിലെത്തിക്കാൻ വേണ്ടി ദൈവം അവനെ പറഞ്ഞു വിടുമ്പോൾ കാമേൻ പിശാച് പറഞ്ഞു, നീ റോമിൽ പോണ്ട. അവരെ കടലിൽ വെച്ച് ഒതുക്കാൻ ശ്രമിക്കുക. ആമേൻ. കപ്പൽ മൊത്തം അങ്ങ് തകർത്തു, കപ്പൽ മൊത്തം അങ്ങ് ഇല്ലാണ്ടാക്കി, കപ്പൽ മൊത്തം അങ്ങ് എന്ത് ഉടച്ചു. ആമരം തിരയുടെ കേമത്താൽ ഉടഞ്ഞെന്ന്, അണിയം ഉറച്ചെന്ന്, മുന്നും പിന്നും തകർത്ത. നീ ചലിക്കണ്ടെന്ന് പറഞ്ഞ് നിർത്തിയെങ്കിൽ ഞാൻ പറയും, പൗലോസ് പറയും, കരയ്ക്ക് കയറാൻ ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ കയറും. ഹല്ലേലൂയ. ഈ നിയോഗങ്ങളുമായിട്ടൊക്കെ സഞ്ചരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത ചില കരയിലൊക്കെ ദൈവം കയറ്റി നിർത്തും. നമുക്കൊരു പ്രതീക്ഷയില്ല, പക്ഷെ ദൈവം കയറ്റുന്നത് ചില പദ്ധതിക്ക് വേണ്ടിയാണ്. റീബാല ശക്തന റിഗൽഖമന. കർത്താവ് അഭിഷേകമുള്ള ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരൻ പറഞ്ഞു ആരുടെയും പ്രാണന് ദോഷം വരികയില്ല. അതുപോലെ സംഭവിച്ചു. ചാകുവെന്ന് എല്ലാവരും വിധി എഴുതിയെങ്കിൽ ഈ അഭിഷേകമുള്ളവൻ പറഞ്ഞ വാക്ക് കേട്ട ഒരുത്തനും ചത്തുപോയില്ല.
പൗലോസ് പറഞ്ഞ വാക്കെങ്ങനെയാ? നീന്താൻ കഴിയുന്നവരൊക്കെ നീന്തിക്കോ. എല്ലാവർക്കും നീന്തൽ അറിയത്തില്ലല്ലോ. എല്ലാവർക്കും നീന്തൽ അറിയോ? ഇവിടെ ഇല്ല, എല്ലാവർക്കും നീന്തൽ അറിയത്തില്ല. നമുക്കൊക്കെ നീന്തൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വെള്ളത്തിൽ വിടുന്ന കയ്യും കാലോട്ട് അടിക്കും, കുറച്ച് കഴിയുമ്പോൾ മുങ്ങിപ്പോകും. ആമേ, സ്വാഭാവികം. നീന്തലൊക്കെ പഠിച്ചിരിക്കുന്ന നല്ലതാണ്. പിള്ളേരൊക്കെ നീന്തൽ പഠിക്കണം. നിങ്ങളാണെങ്കിൽ ചാടി നീന്തൽ പഠിക്കില്ല മക്കളെ. നിങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് പോയി പഠിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. ഇത് കാണുമ്പോൾ നമുക്ക് പേടിയൊക്കെ തോന്നും അല്ലേ? ഇത് കാണുമ്പോൾ നമുക്ക് ഭയമൊക്കെ തോന്നും. നീന്തൽ അറിഞ്ഞുകൂടെങ്കിൽ വെള്ളം കാണുമ്പോൾ ഭയം തോന്നും. കാരണം ഇറങ്ങാനൊരു അറപ്പായിരിക്കും. ആമേൻ. ഇതൊക്കെ എനിക്കും സ്വാഭാവികമായിട്ട് തോന്നാറുണ്ട്. ആമേൻ. എങ്കിലും നീന്തൽ പഠിച്ചിട്ടുണ്ട്. ആമേൻ. അത്യാവശ്യത്തിന് രക്ഷപ്പെടാനുള്ള വഴി പഠിച്ചിട്ടുണ്ട്. നീ രക്ഷപ്പെട്ട് നോക്കിയിട്ടില്ല ഇതുവരെ, അങ്ങോട്ട് പോകുന്നില്ല. പോട്ടെ. ഗ്ലോറി ടു ജീസസ്. ആമേൻ. അത്യാവശ്യത്തിന് പൊങ്ങിക്കിടന്ന് ശ്വാസം വിടാനുള്ള കാര്യം പഠിച്ചിട്ടുണ്ട്. അത്രയും മാത്രം. ആമേൻ. ജീവിതത്തിലൊരു വെല്ലുവിളിയായിട്ട് ഞാൻ ഏറ്റെടുത്തതാണത്. ഇത് പഠിച്ചിട്ടേ ഇനി ഞാൻ നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ ആമേൻ ഒരു സമയത്ത് ഞാൻ എന്ത് ചെയ്തത്, പഠിക്കാൻ വേണ്ടി അങ്ങ് തീരുമാനിച്ചത്. കാരണം ഒരു സമയത്ത് വെള്ളത്തിൽ മുങ്ങിപ്പോയി കുറേ വെള്ളം കുടിച്ച് വയറ് വീത്ത് ചാകാറായപ്പോൾ തോന്നി നീന്തൽ പഠിച്ചിട്ട് എനിക്കടുത്ത എന്തെങ്കിലും പരിപാടിയുള്ളൂ. അങ്ങനെ പഠിച്ചതാണ്. ഹല്ലേലൂയ. കാരണം വെള്ളം കാണുമ്പോൾ ചിലരൊക്കെ എന്ത് ചെയ്യും, ഭയം ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ ഇറങ്ങും, പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ആമേൻ. മുങ്ങിപ്പോകും. ആഴം കൂടുതലാണെങ്കിൽ ചിലപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഒഴുക്കുണ്ടെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, മുങ്ങിപ്പോകും. അങ്ങനെ ഒരു കുളത്തിനകത്ത് ഞാൻ മുങ്ങിപ്പോയി. ആമേൻ. അമ്പലപ്പുഴയിൽ ചെന്ന് ചാടിയതാ. ആമേൻ. കൂട്ടുകാരോടൊത്ത് ചാടിയതാ. കൂട്ടുകാരന്മാർ കയറി, ഞാൻ മാത്രം മുങ്ങി. കൃപയാൽ ആമേൻ. ഒരു കൂട്ടുകാരൻ എന്നെ കണ്ടിട്ട് അവൻ എന്നെ കുറുക്കിൽ നിന്ന് തള്ളി കരയിലോട്ട് കൊണ്ടുവന്നു. ആമേൻ. ഒരു കുളത്തിനകത്ത് കുളിക്കാൻ വേണ്ടി പോയതാ. ആമേൻ. ഏതായാലും കൂട്ടുകാരല്ലേ എന്ന് ചിന്തിച്ച് ഇറങ്ങിപ്പോയത്. അങ്ങനെ കൂട്ടുകൂടി ആരും ചെന്ന് ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇറങ്ങല്ലേ. അവസാനം അവർ പോലും കാണില്ല. നമ്മൾ വെള്ളം കുടിച്ച് തീരുമ്പോഴായിരിക്കും അവരറിയുന്നത്, അയ്യോ നമ്മുടെ പുള്ളിയെ കാണാനില്ലെന്ന് തപ്പുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവും. വെള്ളം കുടിച്ച് താഴ്ച നിറുന്ന് കുടിയായിരിക്കും. പിന്നെ പുറത്തെടുത്തിട്ടും കാര്യം വരത്തില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞു. പോട്ടെ. വെള്ളത്തിനകത്ത് മുക്കിക്കൊല്ലുമെന്ന് പിശാച് പദ്ധതി ഇട്ടപ്പോൾ പൗലോസ് പറഞ്ഞു, നീ എന്നെ പദ്ധതി ഇട്ടാലും കുഴപ്പമില്ല, എൻ്റെ അഭിഷേകത്തിൻ്റെ പണി തീർന്നിട്ടല്ലാതെ ഞാൻ പോകത്തില്ല. നമ്മുടെ ഈ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ ജോലി തീരാതെ ഇത് നമ്മളെ വിടത്തില്ല. പിടിയിട്ടുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ഉണ്ടെന്ന് ചിന്തിക്കണം കേട്ടോ. ഒരു നിയോഗമാണ് അത്. ആമേൻ. ദൈവം നമ്മുടെ മേൽ തന്നിരിക്കുന്ന നിയോഗമാണ്. ഈ നിയോഗം തീരാതെ നമുക്ക് പോകാൻ കഴിയത്തില്ല. ആമേൻ. അത് വിശ്വസിക്കുക. ഏലിയാവേ ചൂരച്ചിട്ടിയുടെ തണലിൽ കിടന്നപ്പോൾ നീ പറഞ്ഞു മതി, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല മതിയെന്ന്. അഭിഷേകം ചെയ്ത ദൈവം പറഞ്ഞ മതിയെന്നില്ല. ഇനി നിനക്ക് പരിപാടി ഉണ്ട്. ഇനിയും ചിലത് നീ ചെയ്തിട്ട് നീ വന്നാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇപ്പോൾ പൗലോസാ ഒറ്റയ്ക്ക് നിന്ന് 275 പറഞ്ഞു, നിങ്ങളാരും മരിക്കുകയില്ല. പ്രതീക്ഷിക്കാത്തൊരു കരയിൽ നമ്മൾ കയറാൻ പോയി. എൻ്റെ ചിന്ത 28-ാം അധ്യായത്തിലാണ്. ആമേൻ. നീന്തൽ അറിയാവുന്നവർ നീന്തി. ഇല്ലാത്തവരോട് പൗലോസ് പറഞ്ഞു, ഈ കപ്പലിനെ ഈ തിരമാലകൾ അടിച്ചു പൊട്ടിച്ച് ചെറിയ കഷണങ്ങളാക്കിയിട്ടേക്കാം. വലിയ കപ്പലുകളെല്ലാം ചെറിയ പലക പീസുകളായി കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? അടിച്ചോട്ടച്ചതിനെ ഇല്ലാണ്ടാക്കിയിട്ടിരിക്കുക. പൗലോസ് പറഞ്ഞോ, ഇനി കപ്പൽ വേണ്ട, ഈ പലകയിൽ പിടിച്ചാൽ മതി, നേരെ കരയിലോട്ട് കയറാൻ പോവുക. അതാ ഞാൻ പറഞ്ഞ കപ്പലിൻ്റെ അതേ പവർ ഈ പലക മേലങ്ങ് പകർന്നു. ആമേൻ. ഇന്നലെ കപ്പല് ആമേൻ ഇവരെ ചുമന്നുകൊണ്ട് പോയതാ, പക്ഷെ കപ്പല് തവിടുപൊടിയായി. ഈ അധ്യായം വായിച്ചു നോക്കി 27-ാം അധ്യായത്തിൻ്റെ ഒടുവിലതുണ്ട്. നിങ്ങൾ പിടിച്ചിട്ട് വായിച്ചു നോക്കുക. കണ്ണങ്ങളുടെ മേലും പലകമേലും നിങ്ങൾ പിടിച്ചാൽ മതി, ഒരുത്തനും മുങ്ങയില്ല. ഞാൻ പറയും, മുങ്ങാത്തിൻ്റെ കാര്യം എന്നാ? വലിയ കപ്പലിനവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ല, ചെറിയ കഷ്ണങ്ങൾ അവരെ പിടിച്ചു നിർത്തുക. കാരണം അത് അഭിഷേകത്തിൻ്റെ ബലമാ. നീ ഒരു വാക്ക് പറഞ്ഞാൽ ഈ കഷ്ണങ്ങൾ മതി, നിന്നെ മുക്കത്തില്ല, നിന്നെ വലിച്ച് കരയിലോട്ട് കൊണ്ടുവരിക. ആത്മാവ് ഞാൻ കൈമാറട്ടെ. അഭിഷേകമുള്ളവൻ്റെ വാക്ക് ചില കഷ്ണങ്ങളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ചിലതിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന ദൈവശക്തി ആ വാക്കുകളിലൂടെ ചലിക്കാം. ഒറ്റ കാര്യം കൂടെ ഞാൻ ആ ഭാഗത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക. പൗലോസ നേരെ ചെന്ന് കയറി ദ്വീപിനൊരു പേരുണ്ട്, മെലീത്ത എന്ന ദ്വീപ് അല്ലെ? മെലീത്ത എന്ന ദ്വീപ്. ഈ ദ്വീപിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവിടെ ബർബരന്മാർ താമസിക്കുക. ബർബരന്മാർ എന്ന് പറഞ്ഞാൽ അപരിഷ്കൃതർ.
അപരിഷ്കൃതം എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞില്ല ആദിവാസി മേഖലയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളതുപോലെ പുറം ലോകമായിട്ട് വലിയ ബന്ധമില്ല. അവരുടെ കുറച്ച് ആചാരങ്ങളും അവരുടേതായ ഒരു രാജ്യവുമായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന കാട്ടിനകത്ത് എന്ന പോലെ കിടക്കുന്ന കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്യും, പലയിടങ്ങളിലും നമ്മുടെ കേരളത്തിനകത്ത് തന്നെ പല ആദിവാസി മേഖലകളുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ ഈ സിറ്റിയിലോ അല്ലെങ്കിൽ ടൗണിലോ ഉള്ള വികസനങ്ങളൊന്നും ഇവിടെ എത്തത്തില്ല, അവിടെ എത്തത്തില്ല. അവരതിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ അവിടെയൊക്കെ ജീവിച്ച് പാർക്കുന്ന ഒത്തിരി പേരുണ്ട്. ആമേൻ. പുറം ലോകം കാണാത്ത, പുറം ലോകത്തോട്ട് വരാതെ അതിനകത്തെ കാടിനകത്തോ കാടുമായി ബന്ധപ്പെട്ടൊക്കെ ജീവിച്ചു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ആമേൻ. അങ്ങനെയുള്ള പേരൊന്നും ഓർമ്മയില്ല എനിക്ക്. ഞാൻ പോയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. ഈ പേപ്പാറയാണെന്ന് തോന്നുന്നു. ആമേൻ. ഒരു ചെറിയൊരു ഡാമും സെറ്റപ്പും അകത്തോട്ട് കയറി ഈറ്റക്കാടും പിന്നെ അതിനകത്തോട്ട് കാണാം വനമാണ്. ആമേൻ. ആ വനത്തിൻ്റെ മേഖലയിലാണ്. ആമേൻ. വനത്തിൻ്റെ അകത്ത് ഞങ്ങൾ പണ്ടിൻ്റെ ഞാൻ വേറൊരു സംഭവത്തിന് പോയതാണ്. അപ്പോൾ അതൊന്നും വെളി പറയുന്നില്ല, പോട്ടെ. അപ്പോൾ കൂട്ടുകാരുമായിട്ടല്ല, നമ്മൾ ജോലിയായിട്ട് പോയതാണ്. ആമേൻ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ച് പേര് ഇതിൻ്റെ കാടിനകത്തോട്ട് കയറിയപ്പോൾ മുമ്പ് മരങ്ങളുണ്ട്. ഈറ്റക്കാട് നിറഞ്ഞെടുക്കും. ഈറ്റക്കാടെല്ലാം ഇങ്ങനെ മൂടി കിടക്കും. പക്ഷേ ഇതിനകത്തോടെ ചെറിയ വഴിയുണ്ട്. ആമേൻ. മനുഷ്യർക്ക് പോകാൻ പറ്റുന്ന ഈറ്റക്കാടുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന അതിൻ്റെ തണ്ടും ഇലയൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കും. ആമേൻ. ഇതിനടിയിൽ കൂടെ എന്ത് ചെയ്യും, കുനിഞ്ഞ് നമുക്കങ്ങ് പോകാം, എവിടെയെങ്കിലും പോകാം. കുറച്ച് ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ വഴിയൊക്കെ തെറ്റിപ്പോയി, എവിടെ പോകുന്നത് അറിയത്തില്ല. പക്ഷേ നിങ്ങളിങ്ങനെ കുറച്ച് പേരായിട്ട് ലൊക്കേഷൻ മുഴുവനും നമ്മൾ എല്ലാ ആൾക്കാരുള്ളതുകൊണ്ട് പേടിയില്ല. നമ്മളങ്ങനെ പോയി ഒരു മലയുടെ മുകളിലേക്ക് കയറി. മലയുടെ മുകളിലേക്ക് കയറിയപ്പോൾ ആമേൻ ചെറിയ വീടുകൾ. ആമേൻ. വലിയ വീടൊന്നുമല്ല, ചിലപ്പോൾ 2 മുറിയായിരിക്കും. ആമേൻ. ഇത്ര അല്ലെങ്കിൽ 3 മുറി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വീടുകളുണ്ട്. അത് കാടിനകത്ത് ഈറ്റക്കാടൊക്കെ കുറച്ചൊക്കെ ഇങ്ങോട്ട് മാറ്റി ആമേൻ വെച്ചേക്കുന്ന ചെറിയ വീടുകൾ. അവിടേക്ക് വെള്ളം വരുന്നതൊക്കെ ആമേൻ ഈ ചെറിയ എന്താ പറയുക മുളയെ കീറി അതിനെ വച്ചിട്ട് വെള്ളം ഉള്ള സ്ഥലത്തുനിന്ന് ഇതിങ്ങനെ മുളയിലൂടെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു ആശ്ചര്യം തോന്നി. ആമേൻ. അങ്ങോട്ടാരും പോകണ്ട, ഇത്തിരി നല്ല രസമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വെള്ളം കോരാൻ വയ്യ, നമുക്ക് വെള്ളം എടുക്കാൻ വയ്യ. അവർക്കും അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. മുളം തടി എന്ത് ചെയ്യും, നീട്ടി വെള്ളം എവിടെയാണോ ഒഴുകി വരുന്നത് അവിടെ നിന്ന് നീട്ടി കെട്ടിവെച്ച് ഈ വൃക്ഷങ്ങളുടെ അരികിലൂടെ കെട്ടിവെച്ച് ഇതിനെ അവർ താമസിക്കുന്ന വീട്ടിൽ ഈ വെള്ളം കൊണ്ടുവരും. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവം കൊടുത്തിരിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുവാണ്. ആമേൻ. ഞാൻ പറയട്ടെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ അതാണ് ഞാൻ പറഞ്ഞ ഇതിനകത്തെല്ലാം കണ്ടിട്ടുണ്ട്. ആമേൻ. ഏതായാലും ആ ഒരു സിറ്റുവേഷനൊക്കെ വളരെ വ്യത്യസ്തമാണ് കാടിനകത്ത്. ആമേൻ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. കാരണം ഭയം തോന്നും. അവിടെ ഉള്ളവർക്ക് പിന്നെ ആനയെ പേടിക്കേണ്ട, പന്നിയെ പേടിക്കേണ്ട. ഇവിടെ ഈ സ്ഥലത്ത് തന്നെ ഇപ്പോൾ പന്നി ഭയങ്കര ശല്യമെന്ന് കേട്ടെ. ആമേൻ. നിങ്ങൾ മിക്കവാറും കാണാറുണ്ടല്ലേ രാത്രി ജോലിക്ക് പോകുന്ന മനുഷ്യന്. ആമേൻ. അദ്ദേഹം മിക്കവാറും പറയും, പക്ഷേ ഒരു കൂട്ടം പന്നി ഉണ്ടായിരുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസം എന്നോട് ആരോ പറഞ്ഞു അവരുടെ കൃഷിയൊക്കെ നശിച്ചു പോയിരുന്നു. പിന്നെ ഇവിടെ ആരോ പറഞ്ഞല്ലോ, ഒന്നും വന്നിട്ടില്ല അവർ. ആമേൻ. നമ്മുടെ വെള്ളനാടുള്ളൊരു ബ്രദർ ഞങ്ങളുടെ 16 വാഴയുണ്ടായിരുന്നു, അതിൽ 10 വാഴയും ഇവൻ കൊണ്ടുപോയി ചവിട്ടിയല്ല എന്നെ കടിച്ച് മുറിച്ച് അതിനെ എല്ലാം ഉണ്ടാക്കിയിട്ടേക്കും. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആമേൻ. പോട്ടെ, കുഴപ്പമില്ല. ആമേൻ. അപ്പോൾ അതിനകത്ത് കിടക്കുന്നവരൊക്കെ ഇതിനെയും ഭയന്നിട്ടാണ് കിടക്കുന്നത്, എങ്കിലും ഒരു പേടിയില്ലാതെ പാർക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ പറയും, പൗലോസ് ചെന്ന് കയറിയത് ബർബരന്മാരുള്ള നാട്ടിലാണ്. ബർബരന്മാരെന്ന് പറയുമ്പോൾ അവരൊരു പ്രത്യേക ഒരു കൾച്ചറിൽ ജീവിക്കുന്നവരാണ്. അതിനകത്ത് ഇന്ന് കയറിയപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടെ. ആമേൻ. അവിടെ ശീതകാലമായതുകൊണ്ടാണ് ഇവരെല്ലാം വിറക് കൂട്ടി വെച്ച് എന്ത് ചെയ്യുക, തീ കാഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെ, തീ കായുക. നമ്മൾ ഈ തണുപ്പ് സമയത്തൊക്കെ തീ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ അടുത്ത് ചെന്നിരിക്കുക. എന്തിനാ? ഈ തണുപ്പൊന്ന് മാറാൻ വേണ്ടി. ബർബരന്മാരുടെ നാട്ടിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസ് എന്ന് കയറി. ഇവിടെ കടലിൽ കിടന്ന് മണിക്കൂറുകൾ നീന്തി കഴിഞ്ഞിട്ട് കരയിലോട്ട് വന്നു കയറി. എല്ലാവരെയും എണ്ണി നോക്കിയപ്പോൾ മനസ്സിലായി, ആമേൻ, 276 പേരും കരയിൽ കയറിയിട്ടുണ്ട്. അഭിഷേകമുള്ളവൻ്റെ ദൂതിന് എവിടെയെങ്കിലും തെറ്റുപറ്റിയോ? പറ്റിയിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നിൽ ചലിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, നീ പറയുന്ന വാക്കുകൾ തെറ്റത്തില്ല. അത് നീ പറയുന്നത് പോലെ സംഭവിക്കും. ആമേൻ. ദൈവം നിന്റെ വായിൽ തന്ന വാക്കിനും ദൂതിനും തെറ്റുണ്ടാകത്തില്ല. എണ്ണി നോക്കിയാൽ അച്ചോട്ടായിട്ട് അതുപോലെ തന്നെ ചിലത് സംഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. നഷ്ടം വരുത്തുന്നതല്ല അഭിഷേകം, ഉള്ളതിനെ സൂക്ഷിക്കുന്നതാണ് അഭിഷേകം. എത്ര പേർക്ക് അത് മനസ്സിലായി? നിന്റെ വീട്ടിൽ അഭിഷേകം നഷ്ടം വരുത്തത്തില്ല, ഉള്ളതിനെ കർത്താവ് സൂക്ഷിക്കും.
ആമേൻ. ജീവനെ പിശാചിന് കൊടുക്കത്തില്ല, ഉള്ളതിനെ പിടിച്ചു നിർത്തട്ടെ. ഹല്ലേലൂയ. പൗലോസ് കയറി എണ്ണി നോക്കിയപ്പോൾ 276 പേരുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പൗലോസിനെ എല്ലാവർക്കും വിശ്വാസമായി. നിന്നെ വിശ്വസിക്കുന്ന ഒരു പ്രവൃത്തി 4 പേര് കാണുക ദൈവം ചെയ്യും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ചിലർ എന്നെ ആരും വിശ്വസിക്കുന്നില്ല, എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ പറഞ്ഞ ആരും ഉൾക്കും. സത്യം പറ, നീ ഉറച്ചു നിൽക്കുക. ഒരു സമയം കഴിയുമ്പോൾ നിന്നെ വിശ്വസിക്കുന്ന തലത്തിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുത്തും. അവർ ഒറ്റ പ്രവൃത്തി മതി നിന്നെ ആ ദേശം അംഗീകരിക്കാൻ, നിന്നെ ആ പട്ടണം അംഗീകരിക്കാൻ. ഇന്ന് പകൽ ആത്മാവ് ചിലതിനോട് പറയുക, നീ ചുമക്കുന്ന ഈ അഭിഷേകം നിന്നെ തള്ളിക്കളയത്തില്ല. നിന്നെ തള്ളിയവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കുന്ന ചില സീസണുകൾ അത് വെളിപ്പെടട്ടെ. ചെന്ന് കയറിയപ്പോൾ 276 പേരോട് ഒന്നുപോലും കുറഞ്ഞിട്ടില്ല. ആമേൻ. ആർക്കും വേണ്ടാത്തവനും ഈ എണ്ണത്തിലുണ്ട്, എല്ലാവർക്കും വേണമെന്നുള്ളവനും എണ്ണത്തിലുണ്ട്. സത്യം പറഞ്ഞ് വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരെയും ദൈവം രക്ഷിച്ചു. അത് അഭിഷേകമുള്ളവൻ്റെ വാക്കാ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഇതിനകത്തോട്ട് കയറിയപ്പോഴേ മനസ്സിലായേ, ബർബരന്മാരൊക്കെ കൂടിയിരുന്നിട്ട് അവിടുത്തെ ഗ്രാമത്തലവനും അവിടുത്തെ ഊരിലെ വലിയ മൂപ്പനും ഒക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് തീ കാഞ്ഞുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ അവർ തീ കായുന്നതിൻ്റെ അടുത്ത ഒരു സാധനം ഉണ്ടായിരുന്നു. ആമേൻ. വിറക് പറക്കി തീയിലേക്കിട്ടു, അല്ലേ? ഒന്ന് ചിന്തിച്ചു. പൗലോസ് ചെന്നപ്പോൾ വിറക് പറക്കി തീയിലേക്കിട്ടു. തീയിലേക്കിട്ടപ്പോൾ വിറകിൻ്റെ ഇടയിൽ ആരുണ്ടായിരുന്നോ? ആണലി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ചിന്ത, ഇത്രയും സമയം തീ കാഞ്ഞുകൊണ്ടിരുന്ന ബർബരന്മാരുടെ ഇടയിലല്ലേ വിറകിരുന്നത്? അവരുടെ ഇടയിൽ ഈ സാധനം മണിക്കൂറുകളും ദിവസങ്ങളുമായി ഇരിക്കുക. അതിൻ്റെ അടുത്ത് അവർ തീറ്റിപ്പോറ്റി കൊടുക്കുക. ചിലരെ പാലൊഴിച്ചു കൊടുക്കും. പോട്ടെ, അഭിഷേകമുള്ള വന്ന പാലല്ല, അവൻ്റെ തലയ്ക്ക് കൊടുക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ബർബരന്മാരുടെ അടുത്ത് തന്നെ ഈ വിറകുണ്ട്, വിറകിൻ്റെ ഇടയിൽ തന്നെ ഇവൻ ഇരിക്കുക. ഇനി എൻ്റെ ഭാഷയിൽ ആവശ്യമില്ലാത്തടത്ത് കയറി വിറകെടുക്കുന്ന ശീലമൊന്നും പൗലോസിനില്ല. പിന്നെന്തിനാ ഇവിടെ കയറിയെടുത്തേ? സത്യം പറഞ്ഞ വിറകല്ല, അതിനകത്തിരിക്കുന്നവനാ വിഷയം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചുമ്മാ ഒരു പരിചയവും ഇല്ലാത്തൊരു സ്ഥലത്ത് കയറി നമ്മൾ ചുമ്മാ നമ്മുടെ വിറകെടുക്കാനോ തീ കത്തിക്കാനോ നമ്മൾ പോകുമോ? ഇല്ല. അവർ ഇച്ചിരി കത്തിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ കൂടെ ചെന്നിരിക്കും, അത്ര തന്നെ. പുള്ളി കയറി അവരുടെ വിറകെന്ന് പറഞ്ഞാൽ ചുമ്മാ ചുള്ളിക്കമ്പല്ല, അത് വെട്ടിക്കീറി വെച്ചേക്കുന്നതാ, അടുക്കി വെച്ചേക്കുന്ന സാധനമാണ്. ഇതിനകത്തോട്ട് കയറി ചെന്ന് കൈ വയ്ക്കണമെങ്കിൽ ചുമ്മാ കൈ വെച്ചതല്ല, മറിച്ച് പുള്ളിക്കറിയാ എന്നെ വെള്ളത്തിനകത്ത് മുക്കുമെന്ന് പറഞ്ഞൊരു സ്പിരിറ്റാ ഈ കരയിലിരുന്ന് എന്നെ വിളിക്കുക. ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമുണ്ടാക്കിയേച്ച് പുള്ളി പോകത്തുള്ളൂ. ആരോട് ദൈവാത്മാ പറയുന്നു? ചിലടത്ത് നിന്നെ കയറ്റിയത് വെറുതെയല്ല, ചില തീരുമാനങ്ങൾ. ചില തീരുമാനങ്ങൾ ഉണ്ടാക്കിയേച്ച് പോകും. പൗലോസ് പറയും, വന്നതുപോലെ ഞാൻ പോകത്തില്ല, ചില തീരുമാനങ്ങൾ സംഭവിക്കാൻ പോവുക. ഇന്ന് പകലിൽ ദൈവം നിന്നെ കരയ്ക്ക് കയറ്റിയത് രക്ഷപ്പെട്ടു എന്ന് പറയാനല്ല, ഇനിയും ചില ദേശങ്ങളെ രക്ഷപ്പെടുത്താനുണ്ട്. ചിലടത്ത് രക്ഷപ്പെട്ടു എന്ന് പറയുകയല്ല, ചിലതിനെ രക്ഷപ്പെടുത്താനുള്ളവനാ നീ. ആമേൻ. ഈ പാമ്പ് പൗലോസിന്റെ കൈക്ക് കയറി കടിച്ചു. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. വിറക് വലിച്ചെടുത്തു, കൈക്ക് കയറി എന്ത് ചെയ്തു? കടിച്ചു. കടിച്ചങ്ങ് തൂങ്ങി. അതിൻ്റെ അർത്ഥം പിടിവിടുന്നില്ല. ഒരു ഹല്ലേലൂയ പറ. പിടിവിടാത്ത ചില പാമ്പുകളുണ്ട്. പരിശുദ്ധാത്മാ പറഞ്ഞു, ഇന്ന് കുടഞ്ഞു കളയണം. ഒരു ഹല്ലേലൂയ പറ. ചില പാമ്പ് പിടിവിടത്തില്ല, ചിലപ്പോൾ ചുറ്റിയിരിക്കും, ചിലപ്പോൾ കടിച്ചിരിക്കും. ആമേൻ. പക്ഷെ അഭിഷേകമുള്ളവൻ എന്നാ ചെയ്യണ്ടേ? ഇത് കണ്ടിട്ട് അയ്യോ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടുകയല്ല, കൊടയേണ്ടടുത്തതിനെ കൊടയണം. ഇന്ന് ആത്മാവിൽ ഞാൻ ഇതിനകത്തും പറയുക, പിടിവിടാത്ത ചിലതിന് കൊടയാൻ കഴിയുമെങ്കിൽ ഇന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി ആ ശക്തികൾ
Yes, the power of Holy Spirit. Oh, Rianthenia. Riva Shamanagase. Atuna Rachas Paudi Birigadagase. In the name of Jesus. Oh, Rabalaba Shantana Rigal Kamanagategase. Amen. ചിലത് പിടിവിടത്തില്ല. കാരണം പാലും പഴവും കൊടുത്തു വച്ചത് ഇത് പിടിയൊന്നും വിടത്തില്ല. ഇന്ന് പകൽക്കാലം ചിലത് വിടാത്തതിനെ കൊടഞ്ഞു കളയണം. എവിടെ കൊടഞ്ഞു കളയണം? കത്തുന്ന തീക്കകത്ത് കൊടയണം. കൃപയുള്ള ദൈവമക്കളോട് ഞാൻ പറയാം, എവിടെങ്കിലും കൊടയരുത്, പിന്നെയും ഒന്ന് ചുരുണ്ടുകൂടിയിരിക്കും. പക്ഷെ കൊടയേണ്ട ഇടത്ത് കൊടഞ്ഞാൽ പിന്നെ അത് തല പൊക്കത്തില്ല. ആത്മാവിലിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാ, ചിലത് അയച്ചിരിക്കാം, മറഞ്ഞിരിക്കാം, നിന്നെ തൊട്ടിരിക്കാം. പക്ഷേ ഇന്ന് പകൽ ഈ തീയുടെ മുമ്പിൽ ഒന്ന് കുടഞ്ഞാൽ ചിലത് എന്നേക്കുമായി In the name of Jesus. ഇത് പിടിക്കാനാ പുള്ളിക്കാരയിലോട്ട് വന്നേ. ഇത്രയും കാറ്റും. ഇനി എൻ്റെ ഭാഷ ഞാൻ പറയാം, ഈ ഒറ്റ സാധനത്തെ പുള്ളി പിടിച്ച് തീക്കകത്തിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ കൊടുങ്കാറ്റുമില്ല, മഴയുമില്ല, കപ്പൽ തകർച്ചയില്ല. പുള്ളി ഹാപ്പിയാ. ഒരു ദൂത് ഞാൻ പറയാം, ഇവനെ വിറകിൻ്റെ ഇടയിൽ വച്ചിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പോകുന്നിടത്തൊക്കെ പ്രശ്നമാണ്. പിടിക്കേണ്ട സമയത്ത് അവനെ പിടിച്ച് തീക്കകത്തോട്ടം എറിഞ്ഞ പിന്നെ നമ്മുടെ യാത്രയിൽ പ്രശ്നമില്ല. ആരോടോ ദൈവാത്മാ പറയുക, സമയത്തിന് അവനെ പിടിച്ചു കൊട. ഇന്ന് പകൽ നിന്റെ കുടുംബം സ്വതന്ത്രമാകട്ടെ, നിന്റെ ഭവനം സ്വതന്ത്രമാകട്ടെ, നിന്റെ ദേശം സ്വതന്ത്രമാകട്ടെ, നിന്റെ തലമുറ സ്വതന്ത്രമാകട്ടെ. ഇന്ന് പകൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചിലതിനെ കൊടയേണ്ട സമയമായി, ചിലതിനെ കൊടയേണ്ട സമയമായി. ഇത് കുടഞ്ഞുകളേണ്ട സീസൺ. ചിലതിനെ തീക്കകത്തേക്ക് ചില സർപ്പശക്തികൾ ഇന്ന് പകലിൽ നിന്റെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കി ദൈവസന്നിധിയിൽ കത്തേണ്ട, ആരാധിക്കേണ്ട ചിലതിന് ആമേൽ ചുറ്റി വച്ചേക്കുന്ന ചില വിറക് കഷണങ്ങൾ, ചുറ്റി വച്ചേക്കുന്ന ചില സർപ്പശക്തികൾ ഇന്ന് അഭിഷേകത്തിന്റെ മുൻപിൽ അത് കത്തട്ടെ, അത് കത്തട്ടെ, അത് കത്തട്ടെ, അത് കത്തട്ടെ. യേശുവിന്റെ നാമത്തിൽ കത്തട്ടെ. തീ തൊടുന്നു, തീ തൊടുന്നു, തീ തൊടുന്നു, തീ തൊടുന്നു, തീ തൊടുന്നു, തീ തൊടുന്നു. ചില ദുരാത്മ ശക്തികൾ ഇന്ന് പകൽ അടിയുന്നു. ചില ദുരാത്മ കെട്ടുകൾ ഇന്ന് പകൽ അടിയുന്നു. ചില ദുർഭൂതങ്ങൾ ഇന്ന് പകൽ പൊട്ടുന്നു. യേശുവിന്റെ നാമത്തിൽ അടിയട്ടെ, അടിഞ്ഞു മാറട്ടെ. സകല സ്പിരിറ്റുകളെയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ ശാസിക്കുന്നു. പുറത്തു മാറട്ടെ, പുറത്തു മാറട്ടെ. എല്ലാ അന്ധകാര ശക്തികൾ ഇന്ന് പകൽ അടിയട്ടെ, അടിയട്ടെ. പാരമ്പര്യ ബന്ധനങ്ങൾ, പൈശാചിക ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഞാൻ അതിന്റെ ശക്തിയെ കെടുത്തുന്നു. വിടട്ടെ, വിടട്ടെ, വിടട്ടെ. തലപ്പെരുപ്പുകൾ, തലവേദനകൾ, അനാവശ്യ അസ്വസ്ഥതകൾ ഇന്ന് പകൽ ശരീരങ്ങളിൽ നിന്ന് ഫ്രീ ആകട്ടെ. വിടട്ടെ, വിടട്ടെ. അതെല്ലാം വിടുക, അതെല്ലാം വിടുക. ശരീരങ്ങളെ വിടുക. ഉടകബല വിടുക, 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 വിടുക. ചില കെട്ടുകളെല്ലാം അഴിയുന്നു സിസ്റ്റർ, അഴിയുന്നു, അഴിയുന്നു, അഴിയുന്നു. ദുസ്വപ്നങ്ങളെ കൊണ്ടുവച്ച കെട്ടുന്ന കെട്ടുകൾ പൊട്ടുക, 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 പൊട്ടുക. ദുസ്വപ്നങ്ങളെ വെച്ച വല്ലാണ്ട് ദണ്ണിപ്പിക്കുന്ന, ഉറക്കം പോലും തരാതെ നിന്നെ വേട്ടയാടുന്ന ചില ദുർഭൂത ശക്തികളെല്ലാം ഇൻ ദ നെയിം ഓഫ് ജീസസ് നിന്റെ കുടുംബത്തിൽ നിന്നെല്ലാം അഴിയുന്നു.
കുടുംബത്തിൽ നിന്നെല്ലാം അഴിയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അങ്ങനെയുള്ള സകല സ്പിരിറ്റുകൾ, അങ്ങനെയുള്ള കെട്ടുകളെ അഴിഞ്ഞു വാ. പാമ്പിൻ്റെ സ്പിരിറ്റുകൾ അഴിയട്ടെ, 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 അഴിയട്ടെ. ഓ അഴിയട്ടെ, അഴിയട്ടെ. പാമ്പിന്റെ സ്പിരിറ്റുകൾ റീമാന ഷെഖേനിയ റീബൽ കമനഗടഗസി, അങ്ങനെയുള്ള കെട്ടുകളെല്ലാം ഞാൻ അഴിക്കുന്നു, അഴിക്കുന്നു, അഴിക്കുന്നു. അഴിഞ്ഞ് 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 എല്ലാ ദുർക്കെട്ടുകളും അഴിയട്ടെ, അഴിയട്ടെ. വിട വിട. നിനക്ക് കുടുംബത്തിനകത്ത് ഇരിക്കാനുള്ള അനുവാദമില്ല. ഞാനതിനെ ബ്രേക്ക് ചെയ്യാൻ പോവാ, ബ്രേക്ക് ചെയ്യാൻ പോവാ. പോട്ടട്ടെ, 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 പോട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചില സ്പിരിറ്റുകൾ, ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങളെ വന്നിരിക്കുന്ന സകല കെട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എവിടെ പാർക്കണ്ടെന്നും നീ എവിടെ ജീവിക്കണ്ടെന്നും നിനക്ക് വിരോധമായി ചെയ്തു പിടിപ്പിച്ച സകല ജൈവനകളെയും യേശുവിൻ നാമത്തിൽ കത്തിക്കുന്നു. ഞാനതിനെ കത്തിച്ച് കളയുന്നു. കത്തിക്കുന്നു, കത്തിക്കുന്നു, കത്തിക്കുന്നു. പ്രാർത്ഥിച്ചോ, ദൈവാത്മാവ് തൊടുന്നു. ചില ദുർക്കെട്ടുകളൊക്കെ പൊട്ടിച്ച് കളയുക. ഉടക റികതന ജലഘടക രക്ഷസ്കമനഘടക പൊട്ടിച്ച് കളയുക, പൊട്ടിച്ച് കളയുക, പൊട്ടിച്ച് കളയുക. ചില ദുർഭൂത സ്പിരിറ്റുകളെല്ലാം അഴിഞ്ഞു പോവുക. അടക റികതന ജലഘടക രക്ഷസ്കമനഘടകസി. ചില കെട്ടുകളെല്ലാം പൊട്ടുക, ചില ബന്ധനങ്ങളെല്ലാം അഴിയുക. ഇന്ന് പകൽ ചില അത്ഭുതങ്ങൾ നടക്കാനുണ്ട്. റീഖാമാന ഷെഖേനിയ. യെസ്, വിടുകയില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില ശക്തികൾ ഇന്ന് അഴിയും. നിന്നെ ശ്വാസം മുട്ടിപ്പിച്ച് വെല്ലുവിളിക്കുന്ന ചില ബന്ധനങ്ങൾ ഇന്ന് പൊട്ടാൻ പോവുക, പൊട്ടാൻ പോവുക, പൊട്ടാൻ പോവുക. എഴുപ്പിക്ക. ഓ എഴുന്നേറ്റോ, എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോ. റീഖാ ബാഷേനി പൊട്ടാൻ പോവുക. ഇന്ന് ചില സൗഖ്യങ്ങൾ നടക്കും. പാമ്പിന്റെ സ്പിരിറ്റുകൾ അഴിയാൻ പോവുക, അഴിയാൻ പോവുക. നിന്നെ വേട്ടയാടുന്ന ചില പൈശാചിക ആധിപത്യങ്ങൾ വിട 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 വിട. നിന്നെ രോഗിയാക്കി എന്നും ഒതുക്കിക്കളയുമെന്നും വാദിക്കുന്ന പിശാച് വിട 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 വിട. ആ ശരീരത്തിൽ നിന്ന് അഴിയുക, 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 അഴിയുക. അഴിഞ്ഞു പോ, അഴിഞ്ഞു പോ. വിട 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 വിട. അഴിക്കുന്നു, അഴിക്കുന്നു, അഴിക്കുന്നു. ബന്ധനം അഴിയുന്നു. നിന്റെ ശരീരത്തെ ചുറ്റിയിരിക്കുന്ന ചില കെട്ടുകൾ, നിന്റെ ഹാർട്ടിനെ ചുറ്റിയിരിക്കുന്ന ചില കെട്ടുകൾ, അവയവങ്ങളെ ചുറ്റിയിരിക്കുന്ന ചില കെട്ടുകൾ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ സകല ബലത്തെയും ചവിട്ടാൻ അധികാരം തന്ന യേശുവിൻ നാമത്തിൽ ഞാനതിനെ തീക്കകത്തേക്ക് കൊടഞ്ഞു കളയുന്നു. സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആ സൗഖ്യം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഇന്ന് തന്നെ സൗഖ്യം നടക്കുക. അടുത്ത ആഴ്ച ഇതിനകത്ത് വരുമ്പോൾ ആ രോഗബന്ധനം നിന്റെ ശരീരത്തിൽ ഉണ്ടാകത്തില്ല. യേശുവിൻ നാമത്തിൽ ഞാനതിനെ ഫ്രീ ആകട്ടെ. ഗ്ലോറി ടു ജീസസ്. പരിശുദ്ധാത്മാവ് പറയുന്നു, കൊടയേണ്ട സമയത്ത് ചിലതിനെ കൊടഞ്ഞു കളഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആകാൻ പോവുകയാണ്, നിങ്ങൾ സ്വതന്ത്രമാകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ഇതിനകത്തുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. ചിലയിടത്തൊക്കെ ദൈവം നിന്നെ കയറ്റിയത് ചിലതിനെ കൊടയാൻ വേണ്ടിയാ, പിടിച്ച് തീക്കകത്തിടാൻ വേണ്ടിയാ. അത് സംഭവിച്ച പിന്നെ നിൻ്റെ ജീവിതത്തിൽ ഈ ശാനുമൂലം വരത്തില്ല. പിന്നെ നിൻ്റെ ജീവിതത്തിൽ ഈ പ്രോബ്ലം ഉണ്ടാകത്തില്ല. പിന്നെ നിൻ്റെ ജീവിതത്തിൽ തകർച്ചയില്ല. അടുത്തൊരു ഭാഗം കൂടെ പറയാം. ആ പട്ടണം തന്നെ
കർത്താവിന് വേണ്ടി തിരിയുകയാ. ഒരു പാമ്പിനെ പിടിച്ച് തീക്കകത്തേക്കിടുമ്പോൾ അവർ പറഞ്ഞു, നീതിദേവി ദേണ്ടേ തീക്കകത്ത് വീഴുകയാ. അവിടുത്തെ നീതിദേവി തീക്കകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആ പട്ടണം തന്നെ പൗലോസിലൂടെ ക്രിസ്തുവിൻ്റെ രക്ഷയെ കണ്ടു. ഇന്ന് ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, അഭിഷേകമുള്ള നീ തകരാനല്ല കർത്താവ് തൻ്റെ മേൽ അഭിഷേകത്തെ ഇട്ടത്, ചിലതിനെ രക്ഷിക്കാൻ കൂടെ വേണ്ടിയാ, രക്ഷിക്കാൻ കൂടെ വേണ്ടിയാ. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ദൈവശക്തി വ്യാപരിക്കാൻ പോവുക. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം. റഖബാല ശാന്തന റഗൽഖമന വൈശസ് പ്രൗഢിബിരി ഘടക റിബദന ജലഘടകലഗസി അംധന റീപക്ഷമന ഘടക ഷൈഡ പ്രൗഢിബിരി ഘടകസി. ഇന്ന് പകൽ ഒരു നിമിഷം കൂടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ആത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തെ ഇന്ന് പകലിൽ നമ്മുടെ മേൽ ദൈവം അയക്കട്ടെ. ഉടകാറികതന ജലഘടകലഗസി അംധന റീബൽ പ്രൗഢിബിരി ഘടക റക്ഷസ്കമന ഘടകസി. ഇൻ ദ നെയിം ഓഫ് ജീസസ് പ്രാർത്ഥിക്കാമോ? നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? വലിയ ദൈവ സാന്നിധ്യം നമ്മുടെ ഒരു അഭിഷേകം നിൻ്റെ മേൽ കിടക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, നിന്നെ തടയാൻ പല പോരാട്ടങ്ങൾ വന്നേക്കാം. പക്ഷേ ഒരിക്കലും അതല്ല ജയിക്കുന്നത്. അഭിഷേകമുള്ള നീ ജയിക്കാൻ പോവുക. അഭിഷേകമുള്ള നീ ജയിക്കാൻ പോവുക. ഹോറിയാം ധേനി അറകൽ ഖമന വൈശസ് പ്രൗഢിബിരി ഘടകസി അധുനാറുകൾ ഖമന ഘടക ഷൈഡി പ്രൗഢിബിരി. എല്ലാ കണ്ണുകളെ മടച്ചിട്ട് ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാനുള്ള സമയം. ദൈവം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കുടുംബത്തിനകത്ത് വിടുതൽ പകരണേ എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കേട്ട ദൈവ ശബ്ദം പോലെ കെട്ടപ്പെട്ടിരിക്കുന്ന സർപ്പശക്തികളോ മറ്റേതെങ്കിലും ബന്ധനങ്ങളോ നിൻ്റെ കുടുംബത്തിനകത്ത് മുന്നോട്ട് വിടാൻ കഴിയാതെ നിൻ്റെ നിയോഗത്തെ തടഞ്ഞ്, നിൻ്റെ നന്മകളെ തടഞ്ഞ്, നിൻ്റെ അനുഗ്രഹത്തെ തടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഈ സമയം നിങ്ങളെ തൊടാൻ പോവുകയാണ്. അത്യുന രക്ഷസ് പ്രൗഢിബിരി ഘടക റീബൽ ഖമന ഘടകസി അംധന രഗജ ഘടക റീബ ലഗസി അംധന റീഗ ശമന ഘടകസി. പ്രാർത്ഥിച്ചോ. ഇന്ന് പകലിൽ അങ്ങനെയുള്ള ചില കെട്ടുകളെ പൊട്ടിച്ച് തീയിൽ കുടഞ്ഞു കളയുന്ന ഒരു ദൈവശക്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. വൈഡാമാന അന്തർഖമന റിബദ ജലഘടക ലഗസി അംധന. യെസ്, അങ്ങനെയുള്ള ചിലതിനെ ആമേൻ പൊട്ടിച്ചു കളഞ്ഞ് തീക്കകത്തേക്ക് വലിച്ചിടുന്ന ഒരു അഭിഷേകത്തിൻ്റെ അഗ്നി ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാ. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ഇന്നലകളിൽ നിന്നെ തകർക്കാൻ ശ്രമിച്ച ചില സർപ്പശക്തികൾ ഇന്ന് പകൽ ദൈവം നിന്റെ കരത്തിലേക്ക് അത് തരാൻ പോവുകയാ. അത് കടിക്കുകയല്ല, അതിനെ കുടഞ്ഞ് തീക്കകത്തേക്കിട്ട് കളയുന്ന ഒരു സ്പെഷ്യൽ അഭിഷേകത്തെ സ്വർഗം ഇന്ന് പകലിൽ നിങ്ങൾക്ക് വേണ്ടി റിലീസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. വൈഡ റിബല അന്തർ കമന വിശ്വസിക്കുന്നവർ ദൈവത്തോട് പറ, കർത്താവേ, ആ അനോയിന്റിങ് എൻ്റെ മേൽ പകരണം, എൻ്റെ മേൽ പകരണം. ചില ഇടങ്ങളിൽ നിന്നെ കരയ്ക്ക് കയറ്റുന്നത് ആ കരയെ കൂടെ രക്ഷിക്കാൻ വേണ്ടിയാ. ചില ഇടങ്ങളിൽ നിന്നെ വിളിച്ച ദൈവം കയറ്റിയത് വെറുതെയല്ല, ആ സ്ഥലത്തും ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ വേണ്ടിയാ. ഓ, വിശ്വസിക്കുന്നവരോട് ഇന്ന് പകൽ ആത്മാവ് ശക്തമായി പ്രതികരിക്കുന്നു. നിന്റെ മേൽ കിടക്കുന്ന ദൈവശക്തി മറ്റുള്ളവരെ പോലെയല്ല. യു ആർ an extraordinary person. നീ ഒരു വ്യത്യസ്തനായ വ്യക്തിയാണ്. ഓ fire of God. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ചില ശരീരങ്ങളുടെ മേൽ ആത്മാവിന്റെ തീ പിടിക്കുന്നു, തീ പിടിക്കുന്നു. ഓ, തീ 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 തീ. ഓ രാഖാബാഷകേനി, അഭിഷേകത്തിന്റെ തീ. ഓ, തൊടുന്നു 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 തൊടുന്നു. ചില വ്യക്തികളുടെ മേൽ തീ തീ തീ. ഓ ഓ ഓ അഭിഷേകത്തിന്റെ തീ, അഭിഷേകത്തിന്റെ തീ ഇന്ന് പകലിൽ ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ചില ദുർഭൂത ശക്തികളല്ല ഇന്ന് പകൽ വിടുകയാ, വിടുകയാ, വിടുകയാ. ആത്മാവിന്റെ തീ.